കോട്ടയത്തിനടുത്ത് കുമരകം എന്ന ഗ്രാമത്തിൽ വളരെ വളരെ യാഥാസ്ഥിതികമായ ഒരു നായർ തറവാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഹിന്ദുമതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ വളരെ കർശനമായി പാലിക്കുന്ന ചിട്ടകളോട് കൂടിയ ഒരു തറവാടായിരുന്നു എൻ്റേത്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ രാമായണം, മഹാഭാരതം, മഹാഭാഗവതം തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുവാൻ, ഇതിഹാസ കഥകൾ കേട്ട് വളരാനുള്ള അവസരം ധാരാളമായി എനിക്ക് ലഭിച്ചിരുന്നു. മനുഷ്യ മനസ്സിന് ആവശ്യമാണ് എന്ന് മതബോധനങ്ങളും നീതിശാസ്ത്രവും ഒക്കെ ആവശ്യപ്പെടുന്ന പല നല്ല ഗുണങ്ങളും ഈ മതവിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് ലഭിച്ചിരുന്നു. എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുക, സ്വാർത്ഥമോഹങ്ങളില്ലാതെ ജീവിക്കുക, ഇങ്ങനെയുള്ള പല നല്ല ഗുണങ്ങളും വളരെയേറെ എനിക്കുണ്ടായിരുന്നു. 18ാമത്തെ വയസ്സിൽ എൻ്റെ സാധാരണ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റബ്ബർ ബോർഡ് എന്ന സ്ഥാപനത്തിൽ, വാണിജ്യ വകുപ്പിന് കീഴിലുള്ള റബ്ബർ ബോർഡ് എന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീടുള്ള 20 വർഷത്തെ എൻ്റെ ജീവിതം ഇതുപോലൊരു സാക്ഷ്യത്തിലൊന്നും എടുത്തു പറയത്തക്ക യാതൊരു പ്രത്യേകതകളും ഉള്ള ജീവിതമായിരുന്നില്ല. ഒരു സാധാരണ ജീവിതം. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള നല്ല ഗുണങ്ങൾ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ചുറ്റുമുള്ളവർ, എൻ്റെ സഹപ്രവർത്തകർ വളരെ പെട്ടെന്ന് എൻ്റെ സ്നേഹിതന്മാരായി മാറി. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജോലിക്കാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയുടെ നേതാവായി തീർന്നു ഞാൻ. രാഷ്ട്രീയ പ്രേരിതമായ ഈ സംഘടനയിലൂടെ ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടു. ആ പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകനായി. വളരെ പെട്ടെന്ന്, അധികം താമസിയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശികമായി ഒരു നേതാവായി തീരുവാനും എനിക്ക് കഴിഞ്ഞു. നേതാവായി തീർന്നു എന്ന് വെറുതെ പറഞ്ഞതൊന്നുമല്ല. എന്നെ പരിചയപ്പെടുത്തിയ അച്ഛനും പറഞ്ഞു, സമുന്നതനായ നേതാവ് തന്നെയായിരുന്നു. പുതുപ്പള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? പുതുപ്പള്ളി എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ നിയോജക മണ്ഡലമായ പുതുപ്പള്ളിയിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഞാനായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി, സംഘടനാ നേതാവായി, മാതൃകാ പുരുഷനായി, മദ്യത്തിൻ്റെ രുചിയോ ഗന്ധമോ എന്താണെന്നറിയാതെ ഞാൻ 20 വർഷം ജീവിച്ചു. അങ്ങനെ ജീവിച്ചതിന് ശേഷം ഒരു ദിവസം വളരെ പെട്ടെന്ന്, അപ്രതീക്ഷിതമായി, ഈ സമയത്ത്, ഈ കാലയളവിനുള്ളിൽ ഞാൻ വിവാഹിതനായി, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ടായി. വളരെ സന്തുഷ്ടമായ കുടുംബജീവിതം അതും ഈ കാലയളവിൽ എനിക്ക് ലഭിച്ചു. ഇങ്ങനെ വളരെ സന്തോഷപ്രദമായ 20 വർഷത്തെ ജീവിതത്തിന് ശേഷം ഒരു ദിവസം വളരെ പെട്ടെന്ന്, അപ്രതീക്ഷിതമായി എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. രാഷ്ട്രീയമായ കാരണങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള എൻ്റെ ബന്ധവും ആ പാർട്ടിയിലെ എൻ്റെ പ്രവർത്തനവുമൊക്കെ പരോക്ഷമായ കാരണം. പ്രത്യക്ഷമായി സ്ഥാപനത്തിലുണ്ടായ ഒരു വലിയ സമരം, ആ സമരത്തിന് ഞാൻ കൊടുത്ത നേതൃത്വം, സമരത്തോടനുബന്ധിച്ച് ഞങ്ങൾ സമര നേതാക്കന്മാരുടെ മേൽ കെട്ടിവയ്ക്കപ്പെട്ട കള്ളക്കേസുകൾ, ഇതൊക്കെ കാരണം കാണിച്ച് എൻ്റെ അധികാരികൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 10-20 വർഷക്കാലം മറ്റുള്ളവരുടെ സ്നേഹത്തിനും, മറ്റുള്ളവരുടെ വിശ്വാസത്തിനും, മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും പ്രീതിക്കും മുൻതൂക്കം കൊടുത്ത് ജീവിച്ചതുകൊണ്ട് സാമ്പത്തികമായി എൻ്റെ ജീവിതം ഒരിക്കലും ഭദ്രമായിരുന്നില്ല. എന്നും പിന്നോക്കമായിരുന്നു. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായി അതിൻ്റെ വരുമാനം തന്നെ നഷ്ടപ്പെട്ടു പോയാലുണ്ടാകാവുന്നൊരു ബുദ്ധിമുട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം ദാരിദ്ര്യപൂർണമായി തീർന്നു, ദുഃഖപൂർണമായി തീർന്നു. ഓരോ ദിവസത്തെ ഞങ്ങളുടെ ജീവിതവും ഓരോ കഥയായി മാറി. പൂർണ്ണമായ നിരാശയുടെ കഥ. എൻ്റെ ഭാര്യയ്ക്കും 2 കുഞ്ഞുങ്ങൾക്കും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും സമ്പാദിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയാതെ വരുന്നതിലുള്ള നിരാശ, ആ നിരാശയുടെ കഥ. പൂർണ്ണമായ അവഗണനയുടെ കഥ. എന്നെ സ്നേഹിക്കുകയും എന്നെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സുഹൃത്തുക്കൾ, ഒരു ദിവസം കൊണ്ട് അവരെന്നെ പൂർണ്ണമായി അവഗണിച്ചു. എന്നെ കാണുമ്പോൾ ചില പഴയ സ്നേഹിതന്മാർ വഴിമാറി നടക്കും. ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിട്ടാണ്.
വളരെ വേദനാജനകമായ ഈ അവഗണനയുടെ കഥ. അതിലൊക്കെ ഉപരിയായി എവിടെ വെച്ച് കാണുമ്പോഴും തറവാടിൻ്റെ അഭിമാനമെന്ന് പറഞ്ഞ് എന്നെ വിശേഷിപ്പിച്ച് പുകഴ്ത്തിയിരുന്ന എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വീട്ടുകാർ, ഒരു ദിവസം കൊണ്ട് ഞാനവർക്ക് കള്ളനും കുരുത്തം കെട്ടവനും തെമ്മാടിയും ഒക്കെയായി മാറി. സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ട് ഒന്നാന്തരം ഒരു ജോലിയുണ്ടായിരുന്നത് കളഞ്ഞ് കുളിച്ച തെമ്മാടി എന്ന് പറഞ്ഞ് അവരെന്നെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ഈ അവമാനത്തിൻ്റെ കഥ. ഇങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും ദുഃഖത്തിൻ്റെയും വേദനയുടെയും അവമാനത്തിൻ്റെയും കഥകളായി മാറിയപ്പോൾ സാധാരണ പുരുഷന്മാർക്കുണ്ടാകാറുള്ള ഒരു ദൗർബല്യം അതും എന്നെ ബാധിച്ചു. 38ാമത്തെ വയസ്സുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി, സംഘടനാ നേതാവായി, മാതൃകാ പുരുഷനായി മദ്യത്തിൻ്റെ രുചിയോ ഗന്ധമോ എന്താണെന്ന് അറിയാതെ ജീവിച്ച ഞാൻ 38ാമത്തെ വയസ്സിൽ ഒരു തികഞ്ഞ മദ്യപാനിയായി മാറി. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കുടുംബനാഥൻ വൈകുന്നേരം കുടിച്ച് ലക്ക് കെട്ട് കയറി വന്നാലുണ്ടാകാവുന്നൊരു ബുദ്ധിമുട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. കുടുംബകലഹം. ഈ കുടുംബകലഹം കൂടെ ആയപ്പോൾ എൻ്റെ തകർച്ച പൂർത്തിയായി. ഇങ്ങനെ ജീവിതം തകർന്ന് വഴിമുട്ടുന്ന സന്ദർഭത്തിലാണ് സാധാരണ എല്ലാവരും ദൈവത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞാനും ദൈവത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ദൈവത്തെക്കുറിച്ച് ആലോചിക്കാൻ, ദൈവത്തിലേക്ക് തിരിയാൻ എനിക്ക് വളരെ എളുപ്പം. കാരണം ആത്മീയമായി വലിയ പശ്ചാത്തലമുള്ള ഒരു തറവാടാണ് എൻ്റേത്. സ്വന്തമായി 3 ക്ഷേത്രങ്ങളുണ്ട് എൻ്റെ തറവാട്ടിൽ. വീട്ടുവളപ്പിൽ തന്നെ 3 വലിയ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ കുടിയിരിക്കുന്ന ദൈവങ്ങൾക്ക് പരദേവതമാരെന്ന് പറയും. പരദേവതമാരുടെ ക്ഷേത്രങ്ങളിൽ പോയി ഞാൻ മനം നൊന്ത് പ്രാർത്ഥിച്ചു. എല്ലാ നേർച്ച കാഴ്ചകളും കൊടുത്ത് പ്രാർത്ഥിച്ചു. ആഴ്ചകളോളം, മാസങ്ങളോളം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചു. പക്ഷേ എൻ്റെ ദുഃഖങ്ങൾക്ക്, എൻ്റെ കഷ്ടപ്പാടുകൾക്ക്, എൻ്റെ ദാരിദ്ര്യത്തിന് ഒരു കുറവുണ്ടായില്ല. ദൈവത്തിനോട് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ജ്യോത്സ്യനെ കാണാൻ പോകും, ജ്യോതിഷക്കാരനെ കാണും. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കാതെ പോകുന്നത്? പ്രശ്നം വെച്ച് നോക്കണം. വളരെ പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ഞാൻ. എൻ്റെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വിശദമായി അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടിട്ട് ജ്യോത്സ്യൻ പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. എൻ്റെ അന്നത്തെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഈ ജ്യോത്സ്യൻ നോക്കാം എന്ന് പറഞ്ഞു പോയെങ്കിൽ അതൊരു വലിയ അപകടമാണ്. കാരണം ഒരു നോക്കാമിന് 101 രൂപയാണ് ചാർജ്. 101 രൂപ വെറ്റിലക്കകത്ത് വെച്ച് ദക്ഷിണ കൊടുത്തു. ജ്യോത്സ്യൻ കവടിയൊക്കെ നിരത്തി പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കാനൊന്നുമില്ല, അത്ര ഗൗരവമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ബ്രഹ്മരക്ഷസ് കോപിച്ചിരിക്കുന്നു നിങ്ങളോട്. ബ്രഹ്മരക്ഷസ് നിങ്ങളെ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് മരിച്ചുപോയ ബ്രാഹ്മണൻ്റെ ആത്മാവാണ്. എൻ്റെ തറവാടുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനുള്ള കർമ്മങ്ങളൊന്നും എൻ്റെ തറവാട്ടിലുള്ളവർ ചെയ്തില്ല. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയാണ്. അങ്ങനെ അലയുന്ന ആത്മാവ് എന്നെ ശപിച്ചു. അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. വളരെ നിഷ്കളങ്കമായി, അറിയാതെ മനസ്സിൽ തികട്ടി വന്ന ഒരു ചോദ്യം ഞാൻ ഈ ജ്യോത്സ്യനോടൊക്കെ ചോദിച്ചു പോയി. ഈ ബ്രഹ്മരക്ഷസിന് കോപിക്കാൻ തറവാട്ടിൽ എന്നെ മാത്രമേ കണ്ടുള്ളൂ. വേറെ എത്ര പേരുണ്ട് എൻ്റെ തറവാട്ടിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ? അവരോടൊന്നും തോന്നാത്ത കോപം എന്നോട് മാത്രം തോന്നാൻ എന്താ കാര്യം? അപ്പോൾ ഈ ജ്യോത്സ്യൻ എന്നോട് കോപിച്ചു. തനിക്ക് സൗകര്യമുണ്ട്, വിശ്വസിച്ചാൽ മതി, ഞാൻ പ്രശ്നത്തിൽ കണ്ട കാര്യമാണ് പറഞ്ഞത്, എന്നോട് ചോദ്യമൊന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദേഷ്യപ്പെടേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാനിങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യണം, പരിഹാരം, പ്രതിവിധി ഞാൻ ചെയ്തോളാം. അപ്പോൾ ഈ ജ്യോത്സ്യൻ വീണ്ടുമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, വീണ്ടും കുടുംബക്ഷേത്രങ്ങളിൽ തന്നെ പോവുക. അവിടെ പോയി പത്മമിട്ടു പാൽപ്പായസം, അങ്ങനെ ഒരു നേർച്ച വഴിപാട് അത് കൊടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞാൻ വീണ്ടും കുടുംബക്ഷേത്രങ്ങളിൽ പോയി. 1500 രൂപ ചിലവാണ് ആ നേർച്ചയ്ക്ക്. ഇല്ലാത്ത പണം കടം വാങ്ങിക്കൊടുത്ത് ആ നേർച്ചയൊക്കെ നടത്തി. വീണ്ടും പ്രാർത്ഥിച്ചു. ആഴ്ചകളും മാസങ്ങളും വീണ്ടും കടന്നുപോയി. പക്ഷേ എൻ്റെ ദുഃഖങ്ങൾക്ക്, എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. വീണ്ടും ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, അവിടുന്ന് പറഞ്ഞ പ്രതിവിധിയൊക്കെ വളരെ കൃത്യമായി ഞാൻ ചെയ്തു, ഒരു മാറ്റവും കാണുന്നില്ല.
ജ്യോത്സ്യം പറഞ്ഞു, നോക്കാം, നമുക്ക് നോക്കാം. വീണ്ടും 101 രൂപ കൊടുത്തു. അദ്ദേഹം വീണ്ടും പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ബ്രഹ്മരക്ഷസ് പ്രസാദിച്ചു, ബ്രഹ്മരക്ഷസ് തങ്ങളെ അനുഗ്രഹിച്ചു. പക്ഷെ ഈ സമയമായപ്പോഴേക്കും മഹാവിഷ്ണു കോപിച്ചിരിക്കുന്നു. ഞങ്ങൾ ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട 3 ദൈവങ്ങളിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാവിഷ്ണു. ബ്രഹ്മരക്ഷസിന് നേർച്ച കാഴ്ചകളും വഴിപാടുകളുമായി ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ മഹാവിഷ്ണുവിനെ അവഗണിച്ചു. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള നേർച്ച കാഴ്ചകൾ കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് കോപമായി എന്നോട്. ഇപ്പം അതാണ് പ്രശ്നം. അതിനെന്ത് ചെയ്യും? അതിന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം. സാധാരണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ പോരാ. ആറ്റുതീരത്തിരിക്കുന്ന, നദീതീരത്തിരിക്കുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം. പ്രശ്നത്തിൽ അങ്ങനെയാണ് കാണുന്നത്. സാധാരണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിലേക്ക് വളരെ എളുപ്പമായിരുന്നു. കുടുംബക്ഷേത്രങ്ങളിലൊന്ന് ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രമാണ്. പിന്നെ ഞാൻ താമസിക്കുന്നിടത്ത് ധാരാളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും പോയതുകൊണ്ടായില്ല. നദീതീരത്തിരിക്കുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെ ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോയി ഈ ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ നേർച്ചകാഴ്ചകളും വഴിപാടുകളും വളരെ കൃത്യമായി കൊടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആഴ്ചകളും മാസങ്ങളും വീണ്ടും കടന്നുപോയി. പക്ഷേ എൻ്റെ ദുഃഖങ്ങൾക്ക്, എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. വീണ്ടും ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് പറഞ്ഞു, അവിടുന്ന് 2 പ്രാവശ്യം പറഞ്ഞ പ്രതിവിധികളും വളരെ കൃത്യമായി ഞാൻ ചെയ്തു, പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല. ജ്യോത്സ്യൻ പറഞ്ഞു, നോക്കാം. നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, മഹാവിഷ്ണു പ്രസാദിച്ച് അനുഗ്രഹിച്ചു, അങ്ങേ അറ്റം സംപ്രീതനായിരിക്കുന്നു. പക്ഷെ ഈ സമയമായപ്പോഴേക്കും പരമശിവനും പാർവതിയും കോപിച്ചിരിക്കുന്നു. മറ്റൊരു ദൈവമാണ് പരമശിവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പാർവതി. 2 പേരും ചേർന്ന് കുടുംബസഹിതം കോപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? അതിന് പരമശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന ക്ഷേത്രത്തിൽ പോകണം. അവിടെയുണ്ടൊരു ചെറിയ കുഴപ്പം. കുടുംബക്ഷേത്രങ്ങളിലൊന്ന് പരമശിവന്റെ ക്ഷേത്രമാണ്. പക്ഷെ അവിടെ പാർവതി ചേർന്നിരിക്കുന്നില്ല. ധാരാളം ദേവീക്ഷേത്രങ്ങളുടെ സമീപത്ത്, പക്ഷെ അവിടെ ഒന്നും പരമശിവൻ ചേർന്നിരിക്കുന്നില്ല. പരമശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന ക്ഷേത്രം വീണ്ടും ഒരു 40 കിലോമീറ്റർ അകലെ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോയി ഈ ജ്യോത്സ്യൻ തന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ നേർച്ചകാഴ്ചകളും വഴിപാടുകളും വളരെ കൃത്യമായി കൊടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആഴ്ചകളും മാസങ്ങളും വീണ്ടും കടന്നുപോയി. പക്ഷേ എൻ്റെ ദുഃഖങ്ങൾക്ക്, എൻ്റെ ദാരിദ്ര്യത്തിന് ഒരു കുറവും ഉണ്ടായില്ല. വീണ്ടും ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകേണ്ടതാണ്, പക്ഷെ ഞാൻ പോയില്ല. വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള അഭിമാനത്തിൽ നടക്കുന്ന എനിക്ക് ഈ ജ്യോത്സ്യൻ്റെ കണ്ടുപിടുത്തങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഒരു ദൈവം കോപിക്കുന്നു എന്നോട്, സ്വാഭാവികമാണ്. ദൈവത്തിന് കോപിക്കാം. എൻ്റെ പാപങ്ങൾ, എൻ്റെ തിന്മകൾ, അതുകൊണ്ടൊക്കെ ഒരു ദൈവത്തിന് എന്നോട് കോപം തോന്നുക സ്വാഭാവികം. അങ്ങനെ കോപം തോന്നിയാൽ അതിന് മത ആചാരപ്രകാരമുള്ള പ്രായശ്ചിത്തമുണ്ട്. ഞാൻ ആ പ്രായശ്ചിത്തമൊക്കെ ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ കോപം മാറുന്നു, അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോഴുണ്ട് ആ സമയം നോക്കിയിരുന്ന് വേറെ ഒരു ദൈവം കോപിക്കുന്നു. ആ ദൈവത്തിൻ്റെ കോപം മാറ്റാനുള്ള നേർച്ചകാഴ്ചകളും വഴിപാടും ഒക്കെയായി ഞാൻ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കോപവും മാറുന്നു, അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോഴുണ്ട് വേറെ 2-3 ദൈവങ്ങൾ കൂടി ആലോചിച്ച് വഴക്കിന് വരുന്നു. ഈ രീതിയിലുള്ളൊരു വിശ്വാസത്തോട് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പിന്നെ പോയില്ല. പക്ഷേ അഭ്യുദയകാംക്ഷികളായ ബന്ധുക്കളുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ. എൻ്റെ ജ്യേഷ്ഠന്മാർ, മുതിർന്നവർ. ഞാനില്ലാത്ത സമയം നോക്കി അവരെൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നൊരു വിശ്വാസവുമില്ല, ശ്രദ്ധയുമില്ല. 2 പെൺകുഞ്ഞുങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരാ, നീ ഞങ്ങളോടൊപ്പം വരണം ഈ ജ്യോത്സ്യൻ്റെ അടുത്ത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. എൻ്റെ പാവം ഭാര്യ ഈ ജ്യോത്സ്യം മുതലാളുടെ കാര്യങ്ങൾ ഒരു വിശ്വാസവും ഇല്ലാത്ത സ്ത്രീയാണ്. എന്ന് പറഞ്ഞാലും ജ്യേഷ്ഠന്മാരൊന്ന് വിളിക്കുമ്പോൾ എന്തു ചെയ്യും? ആ പാവം അവരോടൊപ്പം പോയി ജ്യോത്സ്യൻ്റെ അടുത്ത്. എല്ലാം നോക്കിയിട്ട് ജ്യോത്സ്യം പറഞ്ഞു, ദൈവാധീനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, എല്ലാ ദൈവങ്ങളും അനുഗ്രഹിച്ച് പ്രസാദിച്ച് നിൽക്കുകയാണ്. പക്ഷേ ശത്രുദോഷമുണ്ട് നിങ്ങളുടെ ഭർത്താവിന്. രാഷ്ട്രീയക്കാരനല്ലായിരുന്നു, ശത്രുക്കൾ കാണും, ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതൊക്കെ ഒന്ന് മാറണം. അത് മാറണമെങ്കിൽ ചില ഹോമങ്ങളൊക്കെ നടത്തണം. മൃത്യുഞ്ജയ ഹോമം നടത്തണം, സുദർശന ഹോമം നടത്തണം. ഏത് ഹോമം നടത്തണമെങ്കിലും പ്രാരംഭമായി ഗണപതി ഹോമം നടത്തണം. അങ്ങനെ 3 ഹോമങ്ങൾ നടത്തണം. എൻ്റെ ഭാര്യ എന്നോടൊന്ന് പറഞ്ഞു, ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നു ഹോമങ്ങൾ നടത്തണം, വേണമെങ്കിൽ നടത്തിക്കോളണം.
ഞാൻ അറിയാതെ ജോത്സ്യൻ്റെ അടുത്ത് പോയതിന് അവളെക്കുറിച്ച് വഴക്കൊക്കെ പറഞ്ഞു. എന്നാലും എൻ്റെ മനസ്സിലൊരു ചെറിയ ശങ്ക, ഇനി ഇതുകൊണ്ടാണ് രക്ഷപ്പെടാൻ പോകുന്നെങ്കിലോ. ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കുടുംബക്ഷേത്രങ്ങളിലെ പ്രധാന പൂജാരിയെ പോയി കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു ഹോമങ്ങൾ നടത്തണം. പൂജാരി അദ്ദേഹത്തിനത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. വേണം 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 വളരെ അത്യാവശ്യമാണ്. ഈ കാലം വളരെ മോശമാണ്. ഈ മോശമായ കാലത്ത് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ആർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പോലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. രഹസ്യമായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി, നിങ്ങളും ചെയ്യണം, വളരെ നല്ല കാര്യമാണ്. അതിനു വേണ്ടി വരുന്ന ചെലവൊന്നും ഒരു നഷ്ടമായി കണക്ക് കൂട്ടരുത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി അപകടമാണ്. ഞാൻ ചോദിച്ചു, എന്ത് വേണ്ടി വരും ചെലവ്? എൻ്റെ ചോദ്യം കണ്ടപ്പോൾ ഈ പൂജാരി ഒന്ന് ചിരിച്ചു. ഇത് ഭയപ്പെടുകയൊന്നും വേണ്ട, അങ്ങനെ അധികം പണമൊന്നും വേണ്ട. 3 ദിവസത്തെ പൂജയാണ്. അപ്പോൾ 3 പൂജാരിമാർ വേണം. ഓരോ പൂജാരിക്കും 3 സഹായികൾ വീതം വേണം. പിന്നെ പൂജാദ്രവ്യങ്ങൾ, സാധന സാമഗ്രികൾ വേണം. 36 പറ ചെത്തിപ്പൂ വേണം. 12 പറ പാല് വേണം. 12 ഇടങ്ങഴി പശുവിൻ നെയ്യ് വേണം. 12 മുഴം പട്ട് വേണം. ചന്ദനത്തടി വേണം. മലർപ്പൊടി, മഞ്ഞൾപ്പൊടി, വാകപ്പൊടി, അരിപ്പൊടി കിലോഗ്രാം കണക്കിന്. പിന്നെ സ്വർണം കൊണ്ട് ആൾരൂപം വേണം. വെള്ളി കൊണ്ട് ആൾരൂപം വേണം. സ്വർണ്ണ നാണയം വേണം. വെള്ളി നാണയം വേണം. വളരെ വിദഗ്ധമായി കണക്ക് കൂട്ടി പൂജാരി പറഞ്ഞു, ഭയപ്പെടുകയൊന്നും വേണ്ട, അങ്ങനെ അധികം പണമൊന്നും വേണ്ട. പരമാവധി അങ്ങേ അറ്റം ഒരു 12,000 രൂപ. അത് കൂടുതൽ ചിലവാകുന്ന പ്രശ്നമില്ല. 12,000 പോയിട്ട് 12 രൂപ പോലും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പൂജകൾ, ഹോമങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പറയുമ്പോൾ ഒരു തമാശയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അന്ന് തമാശ ഒന്നും ആയിരുന്നില്ല. ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നിരാശ അനുഭവിച്ചത് ആ സമയത്താണ്. സൗജന്യമായി ലഭിക്കേണ്ട ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോലും അർഹതയില്ലാത്ത പാപിയാണ് ഞാനെന്നുള്ള ധാരണയും ബോധവും ഉണ്ടായപ്പോൾ വലിയ നിരാശയായി. ശൂന്യമായ ദിവസങ്ങൾ ഞാൻ വീട്ടിൽ തന്നെ ചെലവഴിച്ചു. ക്രമേണ ഈ ശൂന്യതയും നിരാശയും എന്നെ നയിച്ചത് നിരീശ്വരവാദത്തിലേക്കാണ്. എനിക്ക് ബോധ്യമായി, എനിക്ക് വിശ്വാസമായി, ദൈവമെന്നൊന്നില്ല. ദൈവമെന്ന് പറയുന്നത് വെറും മിഥ്യയാണ്, തോന്നലാണ്, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. കുറേ പൂജാരിമാർക്കും പ്രശ്നം നോക്കുന്നവർക്കും ക്ഷേത്രങ്ങൾക്കും വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ് ദൈവം. എനിക്ക് ബോധ്യമായി. നിങ്ങൾക്കറിയാം, കേരളത്തിൽ വളരെ പ്രസിദ്ധരായ നിരീശ്വരവാദികളുണ്ട്. അവർക്ക് അവരുടെ സംഘടനയുണ്ട്, പ്രസ്ഥാനമുണ്ട്, യുക്തിവാദി സംഘം. ഇതിൻ്റെ ചില നേതാക്കന്മാരെയൊക്കെ ഈ സമയത്ത് കാണാനിടയായി. എൻ്റെ കഥയൊക്കെ കേട്ടിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്, നിങ്ങളെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിനി സാമൂഹ്യമായൊരു ബാധ്യതയുണ്ട്. ഈ സമൂഹത്തോട് നിങ്ങൾക്കൊരു കടമയുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പറ്റിയ അപകടങ്ങളൊന്നും മറ്റുള്ളവർക്ക് പറ്റാതെ നോക്കണം. അതാണ് നിങ്ങളുടെ കടമ. അതെനിക്ക് ബോധ്യപ്പെട്ടു. എന്നും മറ്റുള്ളവരുടെ നന്മയാണ് എൻ്റെ ലക്ഷ്യം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർത്തെഴുന്നേറ്റു. 3 വർഷക്കാലം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നടന്നു ദൈവമില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നു ഞാൻ. ദൈവമില്ല, ദൈവം മിഥ്യയാണ്, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ്, തട്ടിപ്പാണ്, ആരും അതിലൊന്നും പെട്ടുപോകരുത്, അങ്ങനെയൊക്കെ ആഹ്വാനം ചെയ്ത് പ്രസംഗിച്ച് നടന്നു. ഈ 3 വർഷം ദൈവനിഷേധം പറഞ്ഞുകൊണ്ടാണ് നടന്നതെങ്കിലും ഈ 3 വർഷം എൻ്റെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി മാറി എന്നാണ് എൻ്റെ അനുഭവം. കാരണം ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരമുണ്ടായി. സാംസ്കാരിക നായകന്മാരെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വലിയ വലിയ ആളുകൾ, വലിയ എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അവരുമൊക്കെ ആയി അടുത്ത് പരിചയപ്പെടാൻ, ഇടപഴകാനുള്ള സന്ദർഭമുണ്ടായി. അങ്ങനെ ദൈവനിഷേധം പ്രസംഗിച്ചുകൊണ്ട് നടന്ന കാലത്ത് എനിക്ക് കിട്ടിയ ഒരു സുഹൃത്ത് ബന്ധം, ഒരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ ആടിമൂടി ചലനമുണ്ടാക്കി. ഒരിക്കൽ തമിഴ്നാട്ടിലെ സേലം എന്ന പട്ടണത്തിൽ ദൈവനിഷേധം പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. ഒരു ബ്രാഹ്മണനായി ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന് സ്വന്തം അധ്വാനം കൊണ്ട് പഠിച്ച് വക്കീലായി, പിന്നീട് ജഡ്ജിയായി, ഹൈക്കോടതിയുടെ ജഡ്ജിയായി, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പെൻഷൻ പറ്റി പിരിഞ്ഞ ഒരു ബ്രാഹ്മണൻ. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ. ദൈവനിഷേധം പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, തനിക്ക് ജീവിതത്തിൽ 2 പ്രാവശ്യം തെറ്റുപറ്റി. ജീവിതത്തിൽ വലിയ ദുഃഖവും ദുരിതവുമൊക്കെ ഉണ്ടായപ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നു എന്ന ധാരണയോടെ താൻ തിരിഞ്ഞത് ദൈവത്തിലേക്കൊന്നും ആയിരുന്നില്ല,
തനിക്ക് ജീവിതത്തിൽ 2 പ്രാവശ്യം തെറ്റുപറ്റി. ജീവിതത്തിൽ വലിയ ദുഃഖവും ദുരിതവുമൊക്കെ ഉണ്ടായപ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നു എന്ന ധാരണയോടെ താൻ തിരിഞ്ഞത് ദൈവത്തിലേക്കൊന്നും ആയിരുന്നില്ല, ക്ഷേത്രങ്ങളിലേക്കും വിഗ്രഹങ്ങളിലേക്കുമായിരുന്നു തെറ്റിപ്പോയി. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഈ മനുഷ്യൻ ബ്രാഹ്മണനാണ്, ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളെ പൂജിച്ച് ആ പൂജ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു വംശത്തിൽ ജനിച്ചു വളർന്നവനാണ്. പക്ഷെ അദ്ദേഹം തന്നെ എന്നോട് പറയുന്നു, താൻ ക്ഷേത്രത്തിൽ പോയി വിഗ്രഹങ്ങളെ പൂജിച്ച് തെറ്റിപ്പോയി. രണ്ടാമത്, ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങളെ പൂജിച്ചിട്ട് പ്രയോജനമൊന്നും കിട്ടാതെ വന്നപ്പോൾ താൻ ദൈവനിഷേധത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും തിരിഞ്ഞു, അതും തെറ്റിപ്പോയി. ഈ 2 തെറ്റുകളും തിരുത്തണം. താനൊരു ഹിന്ദുവായി ജനിച്ചവനാണ്, ഹൈന്ദവനായി ജനിച്ചതിൽ അഭിമാനിക്കേണ്ടവനാണ്. അങ്ങനെ ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കണമെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ മതഗ്രന്ഥങ്ങൾ വായിക്കണം. വലിയ അഹങ്കാരത്തോടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മതഗ്രന്ഥങ്ങൾ വായിക്കുകയല്ല, കാണാതെ പഠിച്ച് നടക്കുക. ഞാൻ രാമായണം, മഹാഭാരതം, ഭാഗവതം ഏതിൽ നിന്ന് വേണമെങ്കിലും ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ മറുപടി പറയാം. അതുപോലെ അതൊക്കെ പഠിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഇനി അതൊന്നും വായിച്ച് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹം എന്നെ കളിയാക്കി, എനിക്ക് വിവരമില്ലെന്ന് പറഞ്ഞു ആദ്യം. എന്നിട്ട് പറഞ്ഞു, താൻ ഈ പറഞ്ഞതൊക്കെ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒന്നും മതഗ്രന്ഥങ്ങളേ അല്ല, അവയൊക്കെ വെറും കഥാപുസ്തകങ്ങളാണ്. മനുഷ്യന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ എഴുതിയുണ്ടാക്കിയ കഥകളും ചരിത്രവുമാണ് ഇതിഹാസങ്ങൾ. അതൊന്നും അല്ല മതഗ്രന്ഥങ്ങൾ. ഹിന്ദു മതത്തിൻ്റെ ആധികാരികമായ മതഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. എഴുതപ്പെട്ട 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിൽ ആദ്യത്തെ 3 വേദങ്ങൾ പ്രത്യക്ഷമായും അഥർവവേദത്തിൽ പരോക്ഷമായും ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിക്കണം. അത് വായിക്കുമ്പോൾ തനിക്ക് വെളിച്ചം കിട്ടും, സത്യം കണ്ടെത്താൻ കഴിയും, ദൈവത്തെ കാണാൻ കഴിയും, സമാധാനം ഉണ്ടാകും എന്നോട് ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായൊന്നുമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്, അതെന്താണെന്ന് അറിയണം എന്നുള്ള വിചാരത്തോടെ കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഋഗ്വേദത്തിൻ്റെ മലയാള പരിഭാഷ OMC നാരായണൻ നമ്പൂതിരിപ്പാട് എന്ന പണ്ഡിതൻ എഴുതിയ ഋഗ്വേദ ഭാഷാഭാഷ്യം, ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് മനസ്സിലായി, വെളിച്ചം കിട്ടാൻ തുടങ്ങി. ഹിന്ദു മതത്തിൻ്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ വെളിച്ചം എൻ്റെ ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും കാലത്ത് ഞാൻ ഏതൊക്കെ ദൈവങ്ങളുടെ മുൻപിൽ പോയി നേർച്ച കാഴ്ചകൾ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരാരും ദൈവങ്ങളല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ദൈവങ്ങളില്ല. ഹിന്ദുമതത്തിൻ്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവത്തെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ഒരേ ഒരു ദൈവം. അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും പിതാവാണ്, ഭൂമിയിലെ എല്ലാ മനുഷ്യവംശങ്ങൾക്കും ആദിപിതാവായ പരമപിതാവായ ഈശ്വരൻ ബ്രഹ്മം. അങ്ങനെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ സർവവ്യാപിയാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. സർവവ്യാപിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന് രൂപമില്ല, അരൂപിയാണ്. അരൂപിയായ ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റേത് എന്ന് പറഞ്ഞ് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അവയോട് പ്രാർത്ഥിക്കരുത്. തെറ്റാണ്, നിഷ്പ്രയോജനമാണ്. മൃത്ശിലാധാതു ദാർവാദി മൂർത്ത വിശ്വം അവിദ്യയ ക്ലിശ്യന്തി തപസാ മൂഢ പരാം ശാന്തിം നയാന്തിതേ എന്നാണ് വേദസാരം. കല്ല്, മരം, മണ്ണ്, ലോഹം ഇവ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളിൽ ദൈവമുണ്ട് എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവൻ മൂഢനാകുന്നു. അവൻ സ്വന്തം ഭക്തി കൊണ്ട് ദുഃഖം സമ്പാദിക്കുന്നു, മോചനം പ്രാപിക്കുന്നതുമില്ല. ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ മനസ്സിലായി. കാണിച്ച് അത്രയും അബദ്ധമായി പോയി എന്ന് മനസ്സിലായി. വിശുദ്ധ ബൈബിളിന് 73 പുസ്തകങ്ങൾ ഉള്ളതുപോലെ ഋഗ്വേദത്തിന് 10 പുസ്തകങ്ങളുണ്ട്, 10 മണ്ഡലങ്ങൾ. 1 മുതൽ 9 വരെയുള്ള മണ്ഡലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ നിരവധി സന്ദർഭങ്ങളിൽ ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രം എൻ്റെ സവിശേഷമായ ശ്രദ്ധയെ ആകർഷിച്ചു. ആരാണ് ദൈവമെന്ന് പറഞ്ഞ ഭാഗം, ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം. മതഗ്രന്ഥങ്ങളെന്ന് കരുതി അതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു നിർവചനം കണ്ടിട്ടില്ല. താത പുത്ര ആത്മസംയുക്തം ബ്രഹ്മം. പിതാവും പുത്രനും ആത്മാവും ചേരുന്നതാണ് ദൈവം. ഈ മൂന്ന് അംശങ്ങൾ അടങ്ങിയതാണ് ദൈവം. സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ, പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും പിതാവായ ദൈവത്തിലെ പിതൃത്വം എന്ന ഭാവം ഒന്നാമത്തെ അംശം. ബ്രഹ്മാണ്ഡമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച തൻ്റെ അനന്തമായ ശക്തി, അത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്, ആത്മാവാണ്, പരമാത്മാവ്. രണ്ടാമത്തെ അംശം. രണ്ടാമത്തെ അംശമായ പരമാത്മാവിൽ നിന്ന് മൂന്നാമത്തെ അംശമായ പുത്രൻ ജനിക്കുന്നു. ആത്മാ വൈ ജാതയേ പുത്ര. സകല സൃഷ്ടികൾക്ക് മുൻപേ ഉണ്ടായവൻ, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തോടൊപ്പം ദൈവത്തെ പോലെ തന്നെ അരൂപിയായി നിലനിൽക്കുന്നവൻ ദൈവപുത്രൻ. ഹിരണ്യഗർഭൻ എന്നും പ്രജാപതി എന്നും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന ദൈവപുത്രൻ യഥാസമയം ഭൂമിയിൽ വരും. ഇഹലോകത്തിൽ മനുഷ്യന്റെ പാപങ്ങൾ വർദ്ധിച്ച് മനുഷ്യന് അവനവനാൽ പാപമോചനം നേടാൻ സാധ്യമല്ല എന്ന ഘട്ടമെത്തുമ്പോൾ അരൂപിയായ ദൈവപുത്രൻ തനിക്ക് യജ്ഞയോഗ്യമായ ഒരു ശരീരം നൽകണം, രൂപം നൽകണം എന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നു. പുത്രന്റെ അപേക്ഷ സ്വീകരിച്ച് ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്തെ സംശുദ്ധയായ സ്ത്രീയായി, കന്യകയായി, ലളിതാംബികയായി ഭൂമിയിൽ അവതരിപ്പിച്ച് അവളിൽ ഗർഭമായി, ഭ്രൂണമായി തൻ്റെ പുത്രൻ പ്രജാപതിയെ ഉരുവാക്കി ജനിപ്പിച്ച് വളർത്തുന്നു. വേദാംഗ ശാസ്ത്രങ്ങളിൽ പാരംഗതനായി വളരുന്ന ദൈവപുത്രൻ പ്രജാപതി ഇഹലോകത്തിൽ സഞ്ചരിച്ച് മനുഷ്യവംശത്തിന് സാരോപദേശങ്ങൾ നൽകുന്നു. എന്താണ് പാപം, എന്താണ് പുണ്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്ന് മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. തൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഇഹലോക ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സമാധാനവും മരണാനന്തരം മോക്ഷവും സ്വർഗരാജ്യവും നൽകുന്നു. മനുഷ്യന് പാപബോധം നൽകി, മനുഷ്യന് പാപമോചനം നൽകി, മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുള്ള ഈ യജ്ഞത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവപുത്രനായ പ്രജാപതി തൻ്റെ നിയോഗകാലത്തിൻ്റെ അവസാനം സ്വയം യാഗമായി തീരുന്നു, ബലിയായി തീരുന്നു. ഋഗ്വേദത്തിൻ്റെ 10-ാമത്തെ മണ്ഡലം 90-ാം സൂക്തം 7-ാമത്തെ മന്ത്രത്തിൽ ദൈവപുത്രനായ പ്രജാപതി മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനു വേണ്ടി എപ്രകാരമാണ് ബലിയായിത്തീരുന്നത് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണിൽ ചേർത്ത് കരചരണങ്ങൾ ഇരുമ്പാണി കൊണ്ട് ബന്ധിച്ച് രക്തം വാർന്നു മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നു ദൈവപുത്രനായ പ്രജാപതി. ഹൈന്ദവ മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്ന് മരിക്കുന്ന ഒരു ദൈവപുത്രനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് വലിയ സംശയം, വലിയ ചിന്താക്കുഴപ്പം. ഹൈന്ദവ ദൈവശാസ്ത്ര പ്രകാരം ദൈവത്തിന് 10 അവതാരങ്ങളുണ്ട്. 10 പ്രാവശ്യം ദൈവം ഭൂമിയിൽ അവതരിക്കുന്നുണ്ട്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി, ഇങ്ങനെയാണ് 10 അവതാരങ്ങൾ. ഇതിൽ കൃഷ്ണൻ വരെയുള്ള 9 അവതാരങ്ങൾ യഥാസമയം ഭൂമിയിൽ വന്ന് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്ത് അധർമ്മികളെ വധിച്ച് ധർമ്മം സ്ഥാപിച്ച് മടങ്ങിപ്പോയി. ഇനിയൊരു അവതാരം വരാനുണ്ട്, കൽക്കി. ഇത് കലിയുഗമാണ്. കൽക്കി അവതരിക്കേണ്ട സമയമായി. ഈ അവതാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചായിരിക്കും ദൈവപുത്രനായ മനുഷ്യൻ ഈ പരാമർശം. സ്വാഭാവികമായി ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ആയിരുന്നില്ല. കാരണം ഓരോ അവതാരത്തിനും അതിൻ്റേതായ ലക്ഷണങ്ങളുണ്ട്, ദശാവതാര ലക്ഷണങ്ങൾ. ഈ ദശാവതാര ലക്ഷണങ്ങളിൽ ഒന്നുപോലും ദൈവപുത്രനായ പ്രജാപതിയുടെ ലക്ഷണങ്ങളായി ഋഗ്വേദത്തിൽ പറയുന്ന 2 ലക്ഷണങ്ങളോടോ യജുർവേദത്തിൻ്റെ ബ്രാഹ്മണ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന 7 യാഗവിധികളോടോ യോജിക്കുന്നില്ല, ഒന്നും യോജിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചില വേദ പണ്ഡിതന്മാരെ എല്ലാം പോയി കണ്ടു. വേദമൊക്കെ പഠിച്ചു വലിയ പ്രൊഫസർമാരൊക്കെ ഉണ്ട്. അവരെ പോയി കണ്ട് ചോദിച്ചു, ആരാണ് ഈ ദൈവപുത്രൻ, ആരാണ് പ്രജാപതി, എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിൽ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഉണ്ട്,
പ്രജാപതി സങ്കല്പമുണ്ട്. പ്രജ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ. മനുഷ്യൻ്റെ രക്ഷകനായി ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു പുരുഷൻ വരും. ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അത്ര യേശുക്രിസ്തുവിൻ്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്നിലെ ശക്തനായ ഹിന്ദു അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും തയ്യാറായില്ല. എങ്കിലും ഞാനൊരു ഹിന്ദു മാത്രമല്ല, ഞാൻ നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്. അതുകൊണ്ട് ആ ഒരു തൻ്റെ ഇടത്ത് ഈ പണ്ഡിതനോട് ചോദിച്ചു, യേശുക്രിസ്തുവിനെക്കുറിച്ച് എങ്ങാനും ആയിരിക്കുമോ ഈ പരാമർശം? അപ്പോൾ പണ്ഡിതൻ ചോദിച്ചു, അങ്ങനെ ചിന്തിക്കാൻ എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ലക്ഷണങ്ങൾ. ദൈവപുത്രനായ പ്രജാപതിയുടെ 2 ലക്ഷണങ്ങൾ പറയുന്നു ഋഗ്വേദത്തിൽ. 2 ലക്ഷണങ്ങൾ. ഒന്ന്, ദൈവപുത്രനായ പ്രജാപതി രൂപത്തിൽ മനുഷ്യനും പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ദൈവം തന്നെയുമായിരിക്കും. 2, ദൈവപുത്രനായ പ്രജാപതി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് ബലിയായി തീർന്ന് യാഗമായി തീർന്ന് മരിക്കും. പക്ഷേ ദൈവപുത്രനായതുകൊണ്ട് മരണമില്ലാത്തവനാണ്, അമരനാണ്. അതുകൊണ്ട് യാഗശേഷം വീണ്ടും ജീവനെ പ്രാപിക്കും. യജുർവേദത്തിൻ്റെ ബ്രാഹ്മണ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ ഈ യാഗത്തെക്കുറിച്ച് 7 യാഗവിധികളുണ്ട്. ഒന്ന്, യാഗസമയത്ത് ബലിപുരുഷൻ്റെ തലയിൽ മുള്ളുള്ള കാട്ടുവള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം. 2, കരചരണങ്ങളിൽ ഇരുമ്പാണി അടിച്ച് യൂപത്തിൽ ബന്ധിക്കണം. യാഗശാലയിൽ ബലിമൃഗത്തെ ബന്ധിക്കാൻ വേണ്ടി ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണ് എന്നാണ് യൂപം എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള യൂപത്തിൽ മരത്തൂണിൽ കരചരണങ്ങളിൽ കൈകളിലും പാദങ്ങളിലും ഇരുമ്പാണി അടിച്ച് ബന്ധിക്കണം. 3, അപ്രകാരം ബന്ധിക്കുമ്പോൾ ബലിപുരുഷൻ്റെ അസ്ഥികൾ തകർന്നു പോകാൻ പാടില്ല. 4, മരണത്തിന് മുൻപ് ബലിപുരുഷന് സോമരസം, പുളിച്ച മദ്യം കുടിക്കാൻ കൊടുക്കണം. 5, മരണശേഷം ബലിപുരുഷനെ പുതപ്പിച്ച കച്ച, വസ്ത്രം, ഹോതാക്കൾ, പൂജാരികൾ പങ്കിട്ട് എടുക്കണം. 6, മരണശേഷം ബലിപുരുഷൻ്റെ ശരീരം, മാംസം ഭക്ഷിക്കപ്പെടണം. 7, മരണശേഷം ബലിപുരുഷൻ്റെ രക്തം പാനം ചെയ്യപ്പെടണം. ഈ 7 യാഗവിധികളും ഹൈന്ദവ മതഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന 7 യാഗവിധികളും നസ്രായനായ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ വളരെ കൃത്യമായി പാലിക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമോ വധശിക്ഷയോ ഒന്നുമല്ല, അത് യഥാർത്ഥ യാഗമാണ്, യാഗവിധിപ്രകാരം തന്നെ നടന്ന യാഗമാണ്. ഈയിടെ ഒരാൾ പ്രസംഗിച്ചു, തിരുവട്ടാ കൃഷ്ണൻകുട്ടി അങ്ങനെ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് എനിക്ക് സംശയം. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞ് അങ്ങനെ വരാൻ വഴിയില്ല, അതൊക്കെ പാശ്ചാത്യ രാജ്യത്ത് ജെറുസലേമിലോ അവിടെ കണ്ടല്ലോ, എവിടെയെങ്കിലും അല്ലല്ലോ. അറിയാതൊരു കുരുത്തക്കേട് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു പോയി. പറയരുതായിരുന്നു, പിന്നെ തോന്നി അദ്ദേഹത്തിന് ദേഷ്യം കണ്ടപ്പോൾ. ഇവിടെ ആയിരിക്കണമെന്ന് വേദത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദൈവം, മനുഷ്യൻ, ഭൂമി 3 പരാമർശമുള്ളൂ. അപ്പോൾ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും ആകാം, ജെറുസലേമിലും ആകാം. ഇത് പറഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ എൻ്റെ നേരെ ചൂടായി. ഇത് മതപരമായ കാര്യമാണ്, ദൈവകാര്യമാണ്, ദുസ്തർക്കം പാടില്ല, തൻ്റെ യുക്തിവാദമൊന്നും എൻ്റെ അടുത്ത് ഇറക്കരുത്, പൊക്കോളാൻ പറഞ്ഞു. മനസ്സിൽ ഈ സംശയങ്ങളുമായി എന്നെ വേദം വായിക്കാൻ പ്രേരിപ്പിച്ച മഹാനായ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ഞാൻ വീണ്ടും പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, സംശയമായിരിക്കുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞത് മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെന്താ സംശയം, എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലാകുന്നൊക്കെ ഉണ്ട്, പക്ഷേ സംശയം തോന്നുന്നു. സഹോദരങ്ങളെ, ഒരു വലിയ പണ്ഡിതനായിരുന്നുവെങ്കിലും ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി ജീവിച്ച ആ മനുഷ്യൻ, ഒരു വലിയ പണ്ഡിതനായിരുന്നുവെങ്കിലും ബ്രാഹ്മണനായി ജനിച്ച് ബ്രാഹ്മണനായി തന്നെ ജീവിച്ച ആ മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, സംശയിക്കാനൊന്നുമില്ല, ലോകമറിഞ്ഞ് മനുഷ്യനറിഞ്ഞ് ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനും വീണ്ടെടുപ്പിനുമായി പരിശ്രമിച്ച് ആ പരിശ്രമത്തിൻ്റെ അവസാനം സ്വയം യാഗമായി തീർന്ന ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്തൊരു നാട്ടും പുറത്തുകാരി എൻ്റെ ഭാര്യ. SSLC എന്ന് പറയുന്ന കടമ്പ 2 പ്രാവശ്യം എഴുതി തോറ്റിട്ട് പാട്ടെഴുതി പാസ്സായി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 34 വർഷമായി. ഇതുവരെ അവളുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെ കാണിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ കടമുണ്ട്. ഈ നവീകരണത്തിൽ വന്നതിന് ശേഷം 14 വർഷം മുമ്പ് ഒരു പ്രാവശ്യം കാണിച്ചു. പക്ഷേ അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി എൻ്റെ ഭാര്യയുടെ SSLC ബുക്ക് ഒന്ന് കാണാൻ. ജന്മം ചെയ്താൽ എന്നെ കാണിക്കില്ല.
ഒരു ദിവസം ഞാനൊന്ന് പ്രകോപിപ്പിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, തനിക്ക് എന്നേക്കാൾ കൂടുതൽ പ്രായമുണ്ട്, അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കാത്തത്. അങ്ങനെ പറഞ്ഞു നോക്കി. നിങ്ങളെക്കാൾ കൂടുതൽ പ്രായമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേച്ചിന്ന് വിളിച്ചോളാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കാണിച്ചില്ല. ഒരു ദിവസം ഞാൻ ഈ കാര്യം പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കി എൻ്റെ വീട്ടിൽ. ഈ വഴക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവളുടെ മൂത്ത സഹോദരൻ, എൻ്റെ ഒരേ ഒരു അളിയൻ, എൻ്റെ വീട്ടിൽ വന്നു. ഈ കാര്യത്തിന് വേണ്ടിയാണ് വഴക്കെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ്, കാശിന് കൊള്ളാത്തൊരു സർട്ടിഫിക്കറ്റ്. ഈ ലോകത്തിൽ ആ സർട്ടിഫിക്കറ്റിന് ഒരു ഉപയോഗമില്ല. വേണമെങ്കിൽ ഒരു കാര്യത്തിന് മാത്രം ഉപയോഗിക്കാം, ട്രെയിൻ നിർത്താൻ കൊള്ളാം. ഓടി വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ സർട്ടിഫിക്കറ്റ് ഉയർത്തി കാണിച്ചാൽ മതി, ട്രെയിൻ നിർത്തും. കാരണം സർട്ടിഫിക്കറ്റ് മുഴുവൻ ചുവന്ന മഷിയാണ്. അങ്ങനെ ഒരു കാര്യം എനിക്ക്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മഹതി എന്നോടൊരു കുമ്പസാരം നടത്തി. എന്നെപ്പോലൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ അവരുടെ വീടിനടുത്തുള്ള എല്ലാ വീടുകളും ക്രിസ്ത്യാനികളുടെ വീടുകളായിരുന്നു. അത് വെറും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ യാഥാസ്ഥിതികരായ റോമൻ കത്തോലിക്കരായ ക്രിസ്ത്യാനികൾ മാത്രം ഇടതിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമത്തിലാണ് അവളുടെ വീട്. ആ പഞ്ചായത്തിലുള്ള ഒരേ ഒരു ഹൈന്ദവ ഭവനം എൻ്റെ ഭാര്യ വീടാണ്. എല്ലാ വീട്ടിലും ഒരച്ഛനും 2-3 കന്യാസ്ത്രീകളുണ്ട്. കൂടെ പഠിച്ചവരിൽ പലരും ഇപ്പോൾ അച്ഛന്മാരാകാനും കന്യാസ്ത്രീകളാകാനൊക്കെ പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങളുമായി നിരന്തരമായ സംസർഗത്തിലും സഹവാസത്തിലും കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യ കുട്ടിക്കാലം മുതൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ദിവസവും കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കാണും. അതിലൊന്നും വിരോധം തോന്നരുത്, തടസ്സപ്പെടുത്തരുത് എന്നായിരുന്നു എന്നോടുള്ള കുമ്പസാരം. ഞാൻ പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിരീശ്വരവാദിയാണ്, എനിക്കിങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല, ഞാൻ പള്ളിയിലും പോകാറില്ല, അമ്പലത്തിലും പോകാറില്ല. എന്നിരുന്നാലും മറ്റൊരാളുടെ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അതുകൊണ്ട് തനിക്ക് തൻ്റെ വിശ്വാസമാകാം, എനിക്കൊരു വിരോധമില്ല. അങ്ങനെ പറഞ്ഞു. നിങ്ങളും കൂടെ അങ്ങനെ ആകണം എന്നൊന്ന് പറഞ്ഞു നോക്കി അന്നേരം. ഞാൻ പറഞ്ഞു, അത് വേണ്ട, അത് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്ക് വിശ്വാസമില്ല. രണ്ടാമത് നമ്മൾ ജനിച്ച ഹിന്ദു മതം അത്ര മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞുള്ളൂ. നിൻ്റെ അയൽക്കാരനെ നീയായി തന്നെ കാണണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഹിന്ദുമതം. അഹം ബ്രഹ്മാസ്മി തത്വമസി ഉപനിഷത്ത് വാക്യങ്ങളാണ്, അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട, താൻ വിശ്വസിച്ചു, എനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞു. അവളങ്ങനെ തന്നെ ജീവിച്ചു. ഞങ്ങൾക്കുണ്ടായ 2 മക്കളെയും ആ വിശ്വാസത്തിൽ തന്നെ വളർത്തി. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭാര്യ വിശ്വാസത്തിൽ പോയതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മക്കളെ വിശ്വാസത്തിൽ വളർത്തിയതുകൊണ്ട് പല പല പ്രശ്നങ്ങളുണ്ടായി. ഒരിക്കൽ എൻ്റെ മൂത്ത മകൾക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഭാര്യയും മകളെയും കൊണ്ട് ഞാൻ എൻ്റെ തറവാട്ടിൽ പോയി. ഞാൻ ജോലി സ്ഥലത്ത് പ്രത്യേകം താമസമാണ്. എൻ്റെ തറവാടെന്ന് പറയുന്നൊരു ഹൈന്ദവ കൂട്ടുകുടുംബമാണ്. ആ സമയത്ത് അവിടെ 16 കുട്ടികളുണ്ട്. ജ്യേഷ്ഠാനന്ദന്മാരുടെ മക്കളായി വളർന്നു വരുന്ന 16 കുട്ടികളുണ്ട് അന്ന് തറവാട്ടിൽ. തറവാട്ടിലെ നിയമം അനുസരിച്ച് സന്ധ്യ ആകുമ്പോൾ ഒരു നിലവിളക്ക് കൊളുത്തി വയ്ക്കും. അപ്പോൾ ഈ 16 കുട്ടികളും കൂടെ പോയിരുന്ന് സന്ധ്യാനാമം ജപിക്കണം, സന്ധ്യാപ്രാർത്ഥന, അങ്ങനെയാണ് നിയമം. സന്ധ്യ ആയപ്പോൾ നിലവിളക്ക് കൊളുത്തി വെച്ചു. കുടുംബത്തിലെ കാരണവർ, എൻ്റെ വലിയേട്ടൻ, കുട്ടികളെ വിളിച്ച് പറഞ്ഞു, എടാ എല്ലാവരും പോയിരുന്ന് നാമം ജപിക്കുക. കുട്ടികളെല്ലാം പോയിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി. എൻ്റെ മകളും കൂടെ പോയി ഇരുന്നു. പക്ഷേ അവൾ നാമം ജപിച്ചില്ല, അവൾക്ക് നാമം ജപിക്കാൻ അറിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വലിയേട്ടനോട് പറഞ്ഞു, നിന്നോടല്ലേ നാമം ജപിക്കാൻ പറഞ്ഞു, നാമം ജപിക്കടി. അവളെൻ്റെ മുട്ടുമ്പോൾ എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും രാമൻ. വലിയേട്ടൻ എൻ്റെ ഒരു ചാട്ടം, ഇങ്ങനെയാണ് പിള്ളേരെ വളർന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. അവളൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, കോട്ടയത്തെ മൗണ്ട് കാർമൽ സ്കൂളിൽ. അപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീകൾ പഠിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പി. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ ഒരിക്കൽ പറഞ്ഞു പോയി, എനിക്ക് വിരോധമില്ല, അതുകൊണ്ട് ഞാനത് കണ്ടില്ലെന്ന് ഭാവിച്ചു. പിന്നീട് എൻ്റെ ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതം വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമായി കഴിഞ്ഞപ്പോൾ ഈ വിവരം കേട്ട ഭാര്യ എന്നോട് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞാൻ കേട്ടില്ല. ഞാൻ വീണ്ടും ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി. നേർച്ച കാഴ്ചകളും വഴിപാടും പ്രാർത്ഥനയും പാൽപ്പായസവും ഒക്കെ ആയിട്ട് നടന്നു. ഈ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളുടെ മുൻപിൽ നിന്ന് യാതൊരു പ്രയോജനവുമില്ലാതെ ദുഃഖിതനായി നിരാശനായി മടങ്ങി വന്നപ്പോഴും എൻ്റെ ഭാര്യ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞാൻ കേട്ടില്ലെന്ന് മാത്രമല്ല, അവളുടെ നേരെ തട്ടിക്കയറി. 10-35 കൊല്ലം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും കുരിശ് വരയ്ക്കുകയും കൊന്ത ജീവിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്തിട്ട് നിനക്കെന്ത് കിട്ടി? ഇതല്ലേ അനുഭവം. എന്നോടൊന്നും പറയണ്ട, ഞാൻ യുക്തിവാദിയും നിരീശ്വരവാദിയും
ആയിപ്പോയി. കുറേ കാലം യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെയായി നടന്നുവെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിച്ച് അഭിമാനിച്ചിരുന്ന എൻ്റെ മതം, ആ മതത്തിൻ്റെ യഥാർത്ഥ മതഗ്രന്ഥത്തിൻ്റെ ശാസനങ്ങൾ, ബോധനങ്ങൾ, ഉപദേശങ്ങൾ, സർവോപരി എന്നെ ഉപദേശിക്കുന്ന ബ്രാഹ്മണനായ ഈ ഗുരുനാഥൻ്റെ ഉപദേശം, ഇതെല്ലാം കൂടെ ചേർന്ന് വീണ്ടും എന്നെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ സത്യത്തിൽ ഞാൻ ഓർത്തത് ഈ വിവരങ്ങളുടെ ഭാര്യയെക്കുറിച്ചാണ്. എന്നേക്കാൾ എത്രയോ വലിയ വിവരം, എന്നേക്കാൾ എത്രയോ വലിയ വിദ്യാഭ്യാസം, എന്നേക്കാൾ എത്രയോ വർഷം മുൻപേ ഈ പാവം സ്ത്രീ നേടിയിരിക്കുന്നു. മാത്രമല്ല, ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക സമ്പാദിച്ചു കൊടുക്കാൻ പോലും കഴിവില്ലാത്ത കുടുംബനാഥനും ഭർത്താവുമായി അവളുടെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ നിസ്സഹായനായി നിരാശനായി ഞാൻ നിൽക്കുമ്പോഴും യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ പണ്ടത്തെ പോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നോട് പെരുമാറാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ഈ സ്ത്രീക്ക് സന്മനസ്സ് കൊടുത്തത് ഈ വിശ്വാസവും അതിൻ്റെ പിൻബലമായ യേശുവിൻ്റെ നിറയുന്ന സ്നേഹവുമാണ് എന്നെനിക്ക് ബോധ്യമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ബൈബിൾ കയ്യിലെടുത്തു. വിശ്വാസത്തോടെ ഒന്നുമല്ല, ഈ പഠനത്തിൻ്റെ ഭാഗമായി മാത്രം. ഞങ്ങൾ ഹിന്ദുക്കൾ മതഗ്രന്ഥങ്ങൾ വായിക്കാനെടുത്താൽ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്താൽ ആദ്യത്തെ പേജിൽ ആദ്യത്തെ വരി മുതൽ വായിച്ചു തുടങ്ങുന്ന പതിവില്ല. അങ്ങനെ വായിക്കാൻ പാടില്ല. പുസ്തകം തുറന്നെടുക്കുക എന്ന് പറയും. വെറുതെ ഇങ്ങനെ മറിച്ചെടുത്ത് വലത്തെ പേജിൽ ആദ്യത്തെ 7 വരിയും 7 അക്ഷരവും തള്ളിക്കളഞ്ഞ് ബാക്കി വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ സന്ദേശമുണ്ടാവും എന്നാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസം. ഈ വിശ്വാസത്തോടെ, ഈ കാര്യത്തിൽ ദൈവത്തിന് എന്നോടുള്ള സന്ദേശം എന്താണെന്ന് അറിയണം എന്നുള്ള വിചാരത്തോടെ ഞാൻ ബൈബിൾ തുറന്നെടുത്തു. വലത്തെ പേജിൽ ആദ്യത്തെ 7 വരിയും 7 അക്ഷരവും തള്ളി ബാക്കി വായിച്ചു നോക്കി. എനിക്ക് കിട്ടിയ ആദ്യത്തെ ബൈബിൾ വാക്യം, ജീവിതത്തിൽ ആദ്യമായി ഞാൻ വായിച്ച ബൈബിൾ വചനം, ഞാനതൊരിക്കലും മറക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ചലനമുണ്ടാക്കി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഒരു നിമിത്തം പോലെ ഈ വാക്യം തന്നെ ആദ്യം കണ്ണിൽപ്പെട്ടത് കൊണ്ട് മാത്രം എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായില്ല. എങ്കിലും ഈ വാക്യം ഒരു ചലനമുണ്ടാക്കി എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിലെ സംശയങ്ങൾക്ക്, എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കാണാൻ തുടങ്ങുകയാണ്. എനിക്ക് മറുപടി ലഭിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനൊരു ബോധ്യം. ഈ ബോധ്യം ഉണ്ടായപ്പോൾ വർദ്ധിച്ച ഉത്സാഹത്തോടെ, പഠിക്കാനുള്ള ആഗ്രഹത്തോടെ, മനസ്സിരുത്തി ശ്രദ്ധയോടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ അത്ഭുതം സംഭവിക്കാനും തുടങ്ങി. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു മണി മുഴങ്ങും. ഈ മണിമുഴക്കം കേൾക്കുമ്പോൾ എനിക്കറിയാം ഈ വാക്യം എനിക്ക് പുതിയതല്ല. ഈ വാക്യം ഞാൻ ഇതിനു മുൻപ് തന്നെ വായിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ ഞാൻ ആദ്യം കാണുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബൈബിൾ വായിക്കുന്നത്. പക്ഷേ ബൈബിളിലെ ഇതേ വചനം ഇതിനു മുൻപ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എവിടെ? വേദങ്ങളിൽ, ഉപനിഷത്തുകളിൽ, അരണ്യകങ്ങളിൽ, ബ്രാഹ്മണങ്ങളിൽ, ഏതോ ഹൈന്ദവ മതഗ്രന്ഥത്തിൽ ഇതേ വാക്യം ഞാൻ ഇതിനു മുൻപ് വായിച്ചിട്ടുണ്ട്. ഞാൻ ആ പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കാൻ തുടങ്ങി. ഒട്ടും പരതാതെ, അധികമൊന്നും മെനക്കെടാതെ ഈ വാക്യങ്ങളൊക്കെ എനിക്ക് കിട്ടാനും തുടങ്ങി. അന്നെനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അത്ഭുതമൊക്കെ പോയി. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയായിരുന്നു എന്നെനിക്ക് ബോധ്യമായി. ഹൈന്ദവ വേദങ്ങളിൽ, ഉപനിഷത്തുകളിൽ, അരണ്യകങ്ങളിൽ, ബ്രാഹ്മണങ്ങളിൽ ഞാൻ വായിച്ചു പഠിച്ച വാക്യങ്ങൾ, അതേ വാക്യങ്ങൾ വളരെ കൃത്യമായി അങ്ങനെ തന്നെ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ സമയം വളരെ അതിക്രമിച്ചു പോയതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയാൻ പറ്റില്ല. തന്നെയല്ല, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം സംസ്കൃതമാണ്. സംസ്കൃതം എന്ന് പറയുന്നത് ദേവഭാഷയാണ്. അമ്മയുടെ താരാട്ട് പോലെ, അമ്മയുടെ തലോടൽ പോലെ മധുരമാണ് സംസ്കൃത ഭാഷ എന്നാണ് സങ്കല്പം. ഇപ്പോൾ ഈ സമയത്ത് അമ്മയുടെ താരാട്ടും തലോടലും ഒക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്നും ഇല്ലാതെ തന്നെ പല സഹോദരങ്ങൾക്കും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുകൊണ്ട് കണ്ണിങ്ങനെ മിഴിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. എല്ലാവർക്കും അറിയാം. പ്രപഞ്ച സൃഷ്ടിയുടെ ചരിത്രമാണ് ഉൽപ്പത്തി. സൃഷ്ടാവും പിതാവുമായ ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നത്. ഈ 6 ദിവസങ്ങളിൽ 1-ാം ദിവസം
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം ഞാനിങ്ങനെ വായിച്ചു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, അപ്പോൾ വെളിച്ചമുണ്ടായി. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മുമ്പേ പറഞ്ഞ പോലെ മണിയൊന്നും മുഴങ്ങിയില്ല. പ്രപഞ്ച സൃഷ്ടി നടക്കുകയാണ്. ദൈവം വെളിച്ചം സൃഷ്ടിക്കുന്നു, പ്രകാശം സൃഷ്ടിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ 1-ാം അധ്യായം 16-ാം വാക്യം വായിച്ചപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ മണി മുഴങ്ങി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അന്ന് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഈ അന്ന് എന്ന് പറയുന്നത് 4-ാം ദിവസമാണ്. സൃഷ്ടി തുടങ്ങി 4-ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. നമുക്കിന്ന് പ്രകാശം തരുന്ന എല്ലാ പ്രകാശഗോളങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് 4-ാം ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം ദിവസം ഉണ്ടാകട്ടെ എന്നരുളി ചെയ്തപ്പോൾ ഉണ്ടായ പ്രകാശം ഏത് പ്രകാശം? എന്ത് പ്രകാശം? സൂര്യനല്ല, ചന്ദ്രനല്ല, നക്ഷത്രങ്ങളുമല്ല. നമുക്കിന്ന് പ്രകാശം തരുന്ന ഒന്നും അന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ എവിടെ നിന്നുള്ള പ്രകാശം? ഏത് പ്രകാശം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടി കിട്ടും. ആദിയിൽ വചനമുണ്ടായി, ഉണ്ടാകട്ടെ എന്ന് ദൈവം ഇച്ഛിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടത് പ്രകാശമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം പ്രകാശമായി ഭൂമിയിലേക്ക് വന്നു. പ്രകാശമായി ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ച് മനുഷ്യനായി മനുഷ്യനോടൊപ്പം വസിച്ചു. അത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശുനാഥനാകുന്നു. ഉണ്ടാകട്ടെ എന്ന് ദൈവം ഇച്ഛിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെട്ട് വെളിച്ചമായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായി തീർന്ന ദൈവപുത്രൻ യേശുനാഥൻ. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ വളരെ കൃത്യമായി കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൈന്ദവ മതഗ്രന്ഥമായ ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാം സൂക്തം 1-ാമത്തെ മന്ത്രം, ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വീം ദ്യാമുതേമം കസ്മൈ ദേവായ ഹവിഷാ വിധേമ. ആദിയിൽ ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ ഹിരണ്യഗർഭൻ എന്ന പ്രജാപതി വെളിച്ചമായി ഉത്ഭവിച്ച ഉടൻ തന്നെ അവൻ സകല ലോകങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും രക്ഷകനും പരിപാലകനുമായി ഭവിച്ചു. ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് പുറപ്പെട്ട് വെളിച്ചമായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായി തീർന്ന ദൈവപുത്രൻ പ്രജാപതി. പ്രൈസ് ദി ലോർഡ്. ഇതേ മന്ത്രത്തിൽ 2-ാമത്തെ മന്ത്രം പറയുന്നു, പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യ ഈശാന യഥാന്യേന അതിരോഹതി. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പ്രജാപതി കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ സകലതും അവൻ തന്നെയാകുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും സകലതും അവനിൽ അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വാചകം വല്ലതും ഉണ്ടോ? വെളിപാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇതേ മന്ത്രത്തിൻ്റെ 3-ഉം 4-ഉം പാദങ്ങൾ പറയുന്നു, അവൻ ജഗദവസ്ഥയെ പ്രാപിക്കുന്നത്, അവൻ ഭൂമിയിലേക്ക് വരുന്നത് സകല മനുഷ്യർക്കും കർമ്മഫല അനുഭവം, അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള അനുഭവം നൽകാൻ വേണ്ടിയാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശുനാഥൻ അരുളി ചെയ്തു, ഞാൻ ഭൂമിയിലേക്ക് വരുന്നത് സകല മനുഷ്യർക്കും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. 7-ാമത്തെ മന്ത്രം പറയുന്നു, തം യജ്ഞം ബർഹിഷി പ്രൗക്ഷൻ പുരുഷം ജാതമഗ്രത തേന ദേവ അയജന്ത സാധ്യാർഷയശ്ചയേ. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പ്രജാപതിയെ ഭരണാധിപന്മാരും പുരോഹിതന്മാരും ചേർന്ന് യൂപത്തിൽ മരത്തൂണിൽ ബന്ധിച്ച് യാഗം കഴിച്ചു. 4 സുവിശേഷ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിപുരുഷൻ, ദേശാധിപതി, ഭരണാധിപൻ പിലാത്തോസും, യഹൂദ രാജ്യത്തിൻ്റെ രാജാവ്, ഭരണാധിപൻ ഹെരോദേസും, ഹന്നാസ് എന്നും കയാഫാസ് എന്നും പേരിൽ 2 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു പുരോഹിത സംഘവും ചേർന്ന് മരക്കുരിശ്
അതിന്റെ അർത്ഥവും അന്വയവും എല്ലാം സഹിതം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകം വാങ്ങി പഠിക്കുകയും ആ പുസ്തകം വാങ്ങി വായിക്കുകയും ചെയ്യുക. നിവൃത്തിയുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ ആ പുസ്തകത്തിന്റെ കൂടുതൽ കോപ്പികൾ വാങ്ങി പോയി ഹൈന്ദവ സഹോദരന്മാർക്ക് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ സുവിശേഷ പ്രവർത്തനമായി മാറും. ഹൈന്ദവ സഹോദരന്മാർക്ക് കൊടുത്ത് സുവിശേഷ പ്രവർത്തനം നടത്താനാണ് പറയുന്നതെങ്കിലും ഞാൻ തന്നെ എഴുതിയ പുസ്തകം നിങ്ങൾ കൂടുതൽ കോപ്പികൾ വാങ്ങണമെന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ട് എന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം ആ പുസ്തകം പരിപൂർണമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ 100 കണക്കിന് ഇടവാക്യങ്ങൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ എനിക്ക് വീണ്ടും സംശയം, വീണ്ടും ചിന്താക്കുഴപ്പം. വീണ്ടും ഞാൻ ആ ബ്രാഹ്മണ ഗുരുവിനെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അത്ഭുതപ്പെടാനൊന്നുമില്ല. 2 ചോദ്യങ്ങൾ ചോദിച്ചു എന്നോട്, വളരെ നിസ്സാരമായ 2 ചോദ്യങ്ങൾ. ഒന്ന്, ദൈവം ഏകനാണ് എന്ന് താൻ വിശ്വസിക്കുന്നുവോ? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ബോധ്യമായി, ദൈവം ഏകനാണ്, ഒരാളേ ഉള്ളൂ, എനിക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം വളരെ നിസ്സാരമായ 2ാമത്തെ ചോദ്യം ചോദിച്ചു, ദൈവം ഏകനെങ്കിൽ ദൈവപുത്രൻ എങ്ങനെ പലരാകും? അത് ഒരാളേ ഉള്ളൂ. ആ ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, അധരം കൊണ്ട് ജപിക്കുക, മോചനത്തിനുള്ള മാർഗം അത് മാത്രമാണ് എന്ന് വേദം പറയുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ആ ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു തീയതിയാണ് 92 ജൂൺ 27. അന്ന് പകൽ മുഴുവൻ ഞാൻ ആകെ അസ്വസ്ഥനായി. എന്റെ മനസ്സിലൊരു വലിയ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന് ഉൾക്കൊണ്ട എന്റെ സംസ്കാരം, ഹൈന്ദവ സംസ്കാരം, ഈ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആധാരശിലകളായ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇപ്പോൾ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഈ സത്യങ്ങൾ, ഇവ തമ്മിലുള്ളൊരു വലിയ യുദ്ധം എന്റെ മനസ്സിൽ നടന്നു. ഞാൻ ആകെ അസ്വസ്ഥനായി. രാത്രിയിൽ എന്റെ മുറിയിൽ കിടന്ന് ഞാൻ യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. യേശുവിനെ കുറിച്ച് അതിനു മുമ്പ് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. യേശുവിന്റെ ഒരു ചിത്രം ഉണ്ടല്ലോ മനസ്സിൽ. തച്ചൻ ഔസേപ്പിന്റെയും മറിയത്തിന്റെയും പുത്രനായി ബെത്ലഹേമിൽ ജനിച്ച് നസറത്തിൽ വളർന്ന് 29 വയസ്സുവരെ യഹൂദ മതത്തിന്റെ ന്യായപ്രമാണങ്ങളും വേദശാസ്ത്രവും പഠിച്ച് പിന്നീട് ആ ന്യായപ്രമാണങ്ങൾക്കും വേദശാസ്ത്രത്തിനും തന്റേതായ ഒരു വ്യാഖ്യാനം രചിച്ചുകൊണ്ട് അന്ന് വരെ രാജാവിന്റെയും മതപുരോഹിതന്മാരുടെയും ചൂഷണങ്ങൾക്ക് വിധേയരായി കിടന്നിരുന്ന സ്വന്തം ജനതയായ അടിമവർഗത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മുക്കുവന്മാരെ, പാവപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിപ്ലവം നയിക്കാൻ ശ്രമിച്ച് അതിന്റെ ഫലമായി രാജഭടന്മാർ പിടിച്ചുകൊണ്ടുപോയി ന്യായവിസ്താരം ചെയ്ത് അന്നത്തെ യഹൂദ മതത്തിന്റെ നിയമമനുസരിച്ച് കാൽവരി മലയുടെ മുകളിൽ കുരിശിലേറ്റി കഴിവിലേറ്റി കൊല്ലപ്പെട്ട യേശുക്രിസ്തു എന്ന വിപ്ലവകാരിയായ മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റുകാരനായ എന്റെ മനസ്സിലുള്ള യേശുവിന്റെ ചിത്രം അതാണ്. പക്ഷെ അന്ന് രാത്രിയിൽ ജീവിതത്തിൽ ആദ്യമായി മനുഷ്യവംശത്തിന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവഹിച്ചുകൊണ്ട് ബലിയായി തീർന്ന് മരിക്കുന്ന ദൈവപുത്രന്റെ സ്ഥാനത്ത് ഞാൻ യേശുവിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. ഫലം അത്ഭുതാവഹമായി. അന്ന് വരെ അന്വയവും അർത്ഥവും സഹിതം നിരവധി പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചിട്ടും എനിക്ക് അർത്ഥം വ്യക്തമാകാതെ കിടന്ന ചില ഋഗ്വേദ മന്ത്രങ്ങളുണ്ട്. യേശുവിനെയും യേശുവിന്റെ ക്രൂശീകരണത്തെയും ദൈവപുത്രനായി ബലിപുരുഷനായി സങ്കല്പിച്ചുകൊണ്ട് നോക്കുമ്പോൾ ആ മന്ത്രങ്ങൾക്ക് അർത്ഥം പൂർണ്ണം, ഇല്ലെങ്കിൽ ആ മന്ത്രങ്ങൾക്ക് അർത്ഥമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ഗുരുനാഥന്റെ ഉപദേശം സത്യമാണ്. ഞാൻ എന്റെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ആ രാത്രിയിൽ സവർണ ഹൈന്ദവനായ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ അറിയില്ല എനിക്ക്. സ്വർഗസ്ഥനായ പിതാവിനല്ലാതെ എനിക്കറിയില്ല. 18 വർഷം എന്റെ ഭാര്യ പ്രാർത്ഥിച്ചിട്ട് എന്നെക്കൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. വെറുതെ പ്രാർത്ഥിച്ചു, യേശുവേ എന്നെ കൈക്കൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങനെയൊക്കെ കുറെ നേരം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്റെ സമീപത്ത് കിടന്ന് ഉറങ്ങുന്ന എന്റെ ഭാര്യ ഇതറിയാൻ പാടില്ല. വളരെ മോശമാണ്, അതറിയുന്നു. 18 വർഷം നിരന്തരമായി അവരെന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അന്നൊക്കെ വിവരക്കേട്ട ഭാര്യയുടെ വിവരക്കേടായി ഞാൻ തള്ളിക്കളഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ പഠിച്ച്, ഞാൻ തന്നെ അറിഞ്ഞ് ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ വായിച്ച് ഞാൻ തന്നെ യേശുവിനുള്ള വിശ്വാസത്തേക്ക് വന്നിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാതെ എന്റെ ഭാര്യ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമായിട്ട് നിർവഹിക്കുന്നു. ശരിയാണ്, എന്നാലും അത് അവളുടെ മുമ്പിൽ എങ്ങനെ സമ്മതിക്കും? ഞാൻ ഭർത്താവും അവൾ ഭാര്യയുമാണ്. അതുകൊണ്ട് വളരെ രഹസ്യമായി ഭാര്യ കേൾക്കാതെ പ്രാർത്ഥിച്ചു. കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഞാൻ കിടന്നു കഴിഞ്ഞപ്പോ അതുവരെ എന്റെ സമീപത്ത് ശാന്തമായി കിടന്ന് ഉറങ്ങുകയാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന എന്റെ ഭാര്യ എഴുന്നേറ്റു.
അവൾ ഉറങ്ങുകയായിരുന്നില്ല, എന്നെ ശ്രദ്ധിച്ച് കിടക്കുകയായി. അവൾ എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ അവൾ എന്നും പ്രാർത്ഥനയ്ക്ക് വെച്ചിരുന്ന ഒരു ചെറിയ മരക്കുരിശുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ കൂടെ പഠിച്ച ഏതോ ഒരു സ്ത്രീ കന്യാസ്ത്രീയായി റോമിലൊക്കെ പോയി വത്തിക്കാനിൽ മടങ്ങി വന്നപ്പോൾ അവൾക്ക് കൊണ്ട് കൊടുത്തതാണ്. മാർപ്പാപ്പ വെഞ്ചരിച്ചതാണെന്ന് പറഞ്ഞൊരു കുരിശ്. ഈ കുരിശായിരുന്നു എന്നും അവളുടെ ദൈവം. ഈ കുരിശിന്റെ മുമ്പിൽ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് മുട്ടിന്മേൽ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് അവൾ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിപ്പിന്റെ അർത്ഥം എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കഴിഞ്ഞ 18 വർഷമായി ഈ പാവം സ്ത്രീ നിരന്തരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിയുടെ നിമിഷങ്ങളിൽ അവൾ എന്തിനാണ് കർത്താവിനെ സ്തുതിക്കുന്നതെന്ന് അറിയാൻ ജോത്സ്യന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി. പിന്നീട് എനിക്ക് അടങ്ങിക്കിടക്കാൻ കഴിഞ്ഞില്ല. ഞാനും എഴുന്നേറ്റ് എന്റെ ഭാര്യയോടൊപ്പം പോയി അവളുടെ വലത്ത് ഭാഗത്ത് മുട്ടുകുത്തി കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, എന്റെ കുടുംബത്തിലെ ആദ്യത്തെ കുടുംബ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയുടെ ഫലം, മറുപടി ഉടനെയായിരുന്നു. ഉടനെ 2 ദിവസം കഴിഞ്ഞോ, ഒരാഴ്ച കഴിഞ്ഞോ, 1 മാസം കഴിഞ്ഞൊന്നുമല്ല. അപ്പോഴാ രാത്രിയിൽ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിനു മുൻപ് 6 വർഷം ഒരു രാത്രിയിൽ പോലും, ഒരു ദിവസം പോലും സമാധാനമായി ഉറങ്ങാൻ കഴിയാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഉറങ്ങാൻ കണ്ണുകൾ വയ്ക്കുമ്പോൾ പ്രായപൂർത്തിയിലേക്ക് അതിവേഗം നടന്നടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ 2 പെൺകുഞ്ഞുങ്ങളുടെ രൂപം എന്റെ കണ്ണിൽ വരും. പിന്നെ ഉറങ്ങാൻ കഴിയില്ല. തിരിഞ്ഞു മറിച്ച് കിടക്കാനേ പറ്റൂ. 2-3 ദിവസങ്ങൾ കൂടുമ്പോൾ തളർന്നു മയങ്ങിപ്പോകും. പക്ഷെ ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. പക്ഷെ അന്ന് രാത്രി, ജീവിതത്തിൽ ആദ്യമായി യേശുവിനോട് പ്രാർത്ഥിച്ച ആ രാത്രിയിൽ ദീർഘമായി സമാധാനമായി അടുത്ത 14 മണിക്കൂർ ഞാൻ ഉറങ്ങിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് അത്ര വലിയ മഹാകാര്യമാണ്. ഇതുപോലൊരു സാക്ഷ്യത്തിലൊക്കെ എടുത്തു പറയാത്തതാണ് അത്ര വലിയ മഹാകാര്യമാണ് ഒന്ന് ഉറങ്ങുക എന്ന് പറയുന്നത്. ഒന്നല്ല, ഒന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് എത്രയോ നിസ്സാരമാണ് എന്നെ ബോധ്യപ്പെടുന്ന ചില സഹോദരന്മാരും സഹോദരിമാരും എന്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഇരുമ്പ് കസേര ചാരി ഇരുന്ന് ഉറങ്ങിക്കാണിക്കാൻ എന്നെ, ഇരുമ്പ് കസേര ചാരി ഇരുന്ന് ഉറങ്ങിക്കാണിക്കാൻ എന്നെ, അങ്ങനെ പോലും ഉറങ്ങാൻ അവർക്ക് കഴിയുന്നു. പൈസറോൾ. അപ്പൊ ഉറക്കം എത്രയോ നിസ്സാരം. പണ്ടായിരുന്നു എനിക്ക് അവരുടെ അസൂയ തോന്നിപ്പോയത്. പൈസറോൾ, പൈസറോൾ. ഒന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹാകാര്യമൊന്നുമല്ല. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമൊന്നുമല്ല ഒന്ന് ഉറങ്ങുക എന്ന് പറയുന്നത്, എനിക്കറിയാം. പക്ഷെ അന്ന് രാത്രി എനിക്ക് ലഭിച്ച ആ ഉറക്കത്തിന് എന്റെ ജീവിതത്തിൽ വളരെ അമിതമായ പ്രാധാന്യമുണ്ട്. അതിനു മുൻപ് നിരന്തരമായ 6 വർഷങ്ങളിൽ നിരവധിയായ ദൈവങ്ങളുടെ മുൻപിൽ, നിരവധിയായ ക്ഷേത്രങ്ങളിൽ പോയി ആയിരക്കണക്കിന് രൂപ നേർച്ച കാഴ്ച കൊടുത്തുകൊണ്ട് ഞാൻ നടത്തിയ ഒരു പ്രാർത്ഥന പോലും കേട്ട് ഒരു ദൈവം പോലും എനിക്കൊരു മറുപടി നൽകുന്നതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അന്ന് രാത്രിയിൽ ഒരു ദേവാലയത്തിലും പോകാതെ, 1 രൂപ പോലും നേർച്ച കാഴ്ച കൊടുക്കാതെ എന്റെ വീട്ടിൽ, എന്റെ കിടക്കമുറിയിൽ, എന്റെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഞാൻ യേശുനാഥനെ വിളിച്ചു. തൽക്ഷണം യേശുനാഥൻ എനിക്ക് മറുപടി നൽകി. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, സമാധാനിക്കുക. ഞാൻ സമാധാനിച്ചു, ഞാൻ ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിലുണ്ടായ ഭൗതികമായ മാറ്റങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, അതേക്കുറിച്ചൊന്നും ഞാനിവിടെ ഉപന്യസിക്കുന്നില്ല. അതൊക്കെ ഒരു വാചകത്തിൽ ഒതുക്കി പറയാനുള്ളതേ ഉള്ളൂ. 6 വർഷം മുൻപ് എന്റെ ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട നിമിഷം മുതൽ 6 വർഷം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഭൗതികമായി എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ, എന്റെ ജോലി, എന്റെ വരുമാനം, എന്റെ വീട്, എന്റെ സ്വത്ത്, അവസാനം പട്ടിണിയുള്ള നാളുകളിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഞാൻ വിറ്റുപോയ എന്റെ വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടു പോയതൊക്കെ ഒന്ന് കുറയാതെ 1-ന് 3 ഇരട്ടിയും 10 ഇരട്ടിയുമായി വർദ്ധിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ എന്നിലേക്ക് മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ച് അത് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിലൊക്കെ ഉപരിയായി യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ശാന്തിയും സമാധാനവും സന്തോഷവും അതേത് ഭൗതിക നേട്ടങ്ങളെക്കാൾ എത്രയോ മേലെയാണ്. നാഥനും രക്ഷകനുമായ യേശു എന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എന്റെ കുടുംബ പ്രാർത്ഥനകളിൽ യേശുവിന്റെ സജീവമായ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയാൻ തുടങ്ങിയ നിമിഷം മുതൽ എന്റെ കുടുംബത്തിലുണ്ടായ ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സംതൃപ്തിയും അതേത് ഭൗതിക നേട്ടങ്ങളെക്കാൾ എത്രയോ എത്രയോ മേലെയാണ്. അതുകൊണ്ടാണ് ഭൗതിക നേട്ടങ്ങൾ നിസ്സാരങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞത്. എങ്കിലും ദൈവ അനുഗ്രഹത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഭൗതിക നേട്ടങ്ങളാണ്.
ഭൗതിക നേട്ടങ്ങളെക്കാൾ എത്രയോ മേലെയാണ്. നാഥനും രക്ഷകനുമായ യേശു എന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എന്റെ കുടുംബ പ്രാർത്ഥനകളിൽ യേശുവിന്റെ സജീവമായ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയാൻ തുടങ്ങിയ നിമിഷം മുതൽ എന്റെ കുടുംബത്തിലുള്ള ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സംതൃപ്തിയും അതേത് ഭൗതിക നേട്ടങ്ങളെക്കാൾ എത്രയോ എത്രയോ മേലെയാണ്. അതുകൊണ്ടാണ് ഭൗതിക നേട്ടങ്ങൾ നിസ്സാരങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞത്. എങ്കിലും ദൈവ അനുഗ്രഹത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഭൗതിക നേട്ടങ്ങളാണ്. നാഥനും രക്ഷകനുമായ യേശുവിനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ എനിക്കുണ്ടായ ആത്മീയ ആഹ്ലാദത്തെ പറ്റി ഞാൻ എത്ര വർണ്ണിച്ചാലും എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. എപ്പോഴും ദൈവാനുഗ്രഹത്തിന്റെ മനുഷ്യന് മനസ്സിലാകുന്ന പ്രകടമായ ലക്ഷണങ്ങൾ ഭൗതിക നേട്ടങ്ങളാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലുണ്ടായ അത്യത്ഭുതകരങ്ങളായ ചില ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുക. ഏതാനും ചില ഭൗതിക നേട്ടങ്ങൾ മാത്രം എടുത്തു പറയുമ്പോൾ ആ നേട്ടങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക പരിഗണന, ഒരു മാനദണ്ഡം വേണം. എന്റെ ജീവിതത്തിലുണ്ടായ ഭൗതിക മാറ്റങ്ങളിൽ രേഖാമൂലമായ തെളിവ് ഹാജരാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കാരണം ഈ സാക്ഷ്യം പറയുമ്പോൾ ഭൗതിക നേട്ടങ്ങളെ കുറിച്ച് എടുത്തു പറയുക ഒരു വില കുറഞ്ഞ ഇടപാടാണ് എന്നൊക്കെ പുറത്തൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഈ പ്രചരണക്കാർക്കുള്ള എന്റെ മറുപടിയായി ആര് എപ്പോൾ ചോദിച്ചാലും കാണിക്കാൻ പാകത്തിൽ രേഖാമൂലമായ തെളിവുകൾ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 92 ജൂൺ 27 ജൂൺ മാസം അവസാനത്തെ ആഴ്ചയിൽ ജീവിതത്തിൽ ആദ്യമായി ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച, തൊട്ടടുത്ത ആഴ്ചയിൽ എന്റെ അപേക്ഷയോ എന്റെ അപ്പീലോ ഒന്നുമില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള എന്റെ പ്രവർത്തനമോ എന്റെ സമ്മർദ്ദമോ ഇല്ലാതെ, സത്യത്തിൽ ഞാൻ അറിയാതെ കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ഒരു നയപരമായ തീരുമാനം. എന്റെ അപേക്ഷയോ എന്റെ അപ്പീലോ ഒന്നും പരിഗണിച്ചുള്ള തീരുമാനമല്ല. നരസിംഹ റാവുവിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഒരു നയപരമായ തീരുമാനം. പോയ ഗവൺമെന്റ്, രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ്, രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ കരി നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട മുഴുവൻ ജീവനക്കാരെ തിരിച്ചെടുക്കണം. ഈ തീരുമാനത്തിന് വേണ്ടി ഒക്ടോബർ മാസം 3-ാം തീയതി 6 വർഷം മുൻപ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ജോലിയിൽ എന്നെ തിരികെ നിയമിച്ചുകൊണ്ട് അന്നത്തെ കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പി എന്റെ ജോലിയും വരുമാനവും നഷ്ടപ്പെട്ടു പോയ സമയത്ത് എന്റെ വീടിന് തൊട്ടടുത്ത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലെ ഒരു ഡെവലപ്മെന്റ് ഓഫീസറായിരുന്നു താമസം. എന്റെ ജോലിയും വരുമാനവും നഷ്ടപ്പെട്ടു പോയ സമയത്ത് സത്യത്തിൽ എന്നോട് പറയാതെ ഞാൻ അറിയാതെ ഈ വിദ്വാൻ എന്റെ ഭാര്യയെ കൊണ്ട് LICയുടെ ഏജൻസി ഏൽപ്പിച്ചു. ലൈഫ് ഇൻഷുറൻസ് LIC ഏജന്റായി ജോലി ചെയ്യാൻ, മറ്റും വരുമാനം ഉണ്ടാക്കാം, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ, മറ്റു മാർഗമൊന്നുമില്ല. നല്ല ഉദ്ദേശം. പക്ഷെ പഠിപ്പും പ്രാപ്തിയില്ലാതെ ആ ജോലി ഫലപ്രദമായി ചെയ്യാൻ അവളെ കൊണ്ട് പറ്റില്ല. അവൾക്കറിയാം. അവൾ പ്രതീക്ഷിച്ചത് അവൾക്ക് വേണ്ടി ഞാൻ ആ ജോലി ചെയ്തോളൂ എന്നാണ്. പക്ഷെ ഞാൻ ആ ജോലി ചെയ്തില്ല. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മുൻപ് എന്റെ ജോലിയും പദവിയും ഉപയോഗിച്ച് ഞാൻ പരിചയപ്പെട്ട എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയി എന്റെ ജോലിയും വരുമാനമൊക്കെ നഷ്ടപ്പെട്ടു പോയി, എന്നെ സഹായിക്കണം, ഇൻഷുറൻസിൽ ഒരു പോളിസി എടുക്കണം എന്നൊന്നും യാചിക്കാൻ എന്റെ അഭിമാനം സമ്മതിച്ചില്ല. ഞാൻ ആ ജോലിക്ക് പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ 6 വർഷവും ഞങ്ങൾ ജീവിച്ചത് മുഴുവൻ ഞങ്ങൾക്കുണ്ടായ ഭൗതിക സമ്പത്ത് മുഴുവൻ എഴുതി വിറ്റുകൊണ്ടാണ്. അങ്ങനെ വിറ്റ് എല്ലാം അവസാനിച്ചു. ഇനി വിൽക്കാനൊന്നും ബാക്കിയില്ല. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, താൻ ഈ LICയുടെ ജോലി തുടങ്ങിക്കൂ, ഞാൻ സഹായിക്കാം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ജോലി ചെയ്യാൻ തുടങ്ങി. വളരെ ആകസ്മികമായി എന്ന് തന്നെ പറയണം. ഞങ്ങൾ ആ ജോലി ചെയ്യാൻ തുടങ്ങിയത് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഞങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും യേശുനാഥൻ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചു. ഇൻഷുറൻസിന്റെ ബിസിനസ്സിൽ ഞാനും എന്റെ ഭാര്യയും ചേർന്ന് ചെയ്ത മുഴുവൻ ജോലിയും പൂർണ്ണമായി വിജയപ്രദമായി. ഇപ്പോൾ SSLC 2 പ്രാവശ്യം തോറ്റ് പാസ് എഴുതി പാസ്സായ എന്റെ ഭാര്യ വിവരമില്ലാത്ത നാട്ടുംപുറത്തുകാരി ഭാര്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കോട്ടയത്തെ 2-ാം നമ്പർ ബ്രാഞ്ചിൽ നിന്ന് പ്രതിമാസം 5700 രൂപ നിശ്ചിത വരുമാനം സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭൗതികമായി തന്നെ അവളും രക്ഷ പ്രാപിച്ചു, സ്വതന്ത്രമായി രക്ഷ പ്രാപിച്ചു. ഞാൻ കൂടാതെ അവൾക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിലെ 3-ാമത്തെ അംഗം എന്റെ മൂത്ത മകൾ. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ആശുപത്രിയിലാണ് അവൾ ജനിച്ചത്. വീടതിനടുത്തായിരുന്നത് കൊണ്ട് ഈ ആശുപത്രിയിൽ ഈ കന്യാസ്ത്രീകളാണ് അവളെ വളർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
എന്റെ ഭാര്യയുടെ സ്നേഹിതകളായ കന്യാസ്ത്രീകളൊക്കെ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സഹോദരി രാവിലെ വന്ന് എന്റെ മകളെ എടുത്തുകൊണ്ട് പോകും. പാലൊക്കെ കൊടുത്ത് അവിടെ തന്നെ വളർത്തി. അവളുടെ ബുദ്ധിയും ഓർമ്മയും ഉറയ്ക്കുന്ന ബാല്യകാലം മുഴുവൻ രോഗികളെ ശുശ്രൂഷിക്കുന്ന കന്യാസ്ത്രീകളെ കണ്ടുകൊണ്ടാണ് അവൾ വളർന്നത്. അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. 92 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോ എന്റെ മകൾ എന്നോട് പറഞ്ഞു, എനിക്ക് നേഴ്സ് ആവണം, നഴ്സിംഗ് പഠിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കിഷ്ടമല്ല, നഴ്സിന്റെ ജോലി നല്ല ജോലിയല്ല, നീ പഠിച്ചാൽ മതി, വേറെ നല്ല ജോലി കിട്ടും എന്നൊക്കെ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് വലിയ നിർബന്ധം. അവൾ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് നടത്തുന്ന BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. അഡ്മിഷൻ കിട്ടിയില്ല. 78ാമത്തെ റാങ്കിൽ അവൾ പരീക്ഷ പാസ്സായി. പക്ഷെ കോഴിക്കോട്ടും കോട്ടയത്തും തിരുവനന്തപുരത്തുമായി ഈ കോഴ്സിന് 75 സീറ്റേ ഉള്ളൂ. അപ്പൊ അവൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ 8 മാസങ്ങൾ കടന്നുപോയി. ഡിസംബർ മാസത്തിൽ ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടി. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നൊരു ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞ് ശനിയാഴ്ച വീട്ടിലെത്തുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നൊരു ഓർഡർ എന്നെ പ്രതീക്ഷിച്ച് വീട്ടിൽ കിടക്കുന്നുണ്ട്. മകൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നു, വേഗം കൊണ്ടുവന്ന് ചേർക്കണം. ഈ 8 മാസം കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷം തന്നെ കഴിഞ്ഞു. ഇപ്പൊ ഈ അഡ്മിഷൻ കൊടുത്തിട്ട് എന്താ കാര്യം? ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി പ്രിൻസിപ്പലിനോട് ചോദിച്ചു, ഇപ്പൊ അഡ്മിഷൻ കൊടുക്കാൻ എന്താ കാര്യം? ആ പ്രിൻസിപ്പലിനോട് എനിക്കറിയാൻ വയ്യ. കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റിൽ നിന്ന് ഒരു ഓർഡർ വന്നു, 75 സീറ്റ് എന്നുള്ളത് 80 സീറ്റാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 5 സീറ്റും കൂടെ കൂടുതൽ അനുഭവിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ 78ാമത്തെ റാങ്കുകാർക്ക് അഡ്മിഷൻ കിട്ടിയത്. എല്ലാവരും അഡ്മിഷൻ കിട്ടിയത് വലിയ ഭാഗ്യമായി. വേഗം വന്ന് ചേർന്നോളാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ അറിയില്ല എന്താ കാര്യം. എനിക്കറിയാം എന്താ കാര്യം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് 5 സീറ്റും മറ്റും വർദ്ധിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അന്വേഷിച്ചു, ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. 80ാമത്തെ റാങ്ക് കിട്ടിയ പെൺകുട്ടി ഒരു MLAയുടെ മകളായിരുന്നു. അപ്പൊ അവർക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് 78ാമത്തെ റാങ്കുകാർ എന്റെ മകൾക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അവളുടെ ഭാവി സുരക്ഷിതമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ പരീക്ഷ BSc നഴ്സിംഗ് പരീക്ഷ പാസ്സായാൽ അപ്പോൾ തന്നെ അതേ മെഡിക്കൽ കോളേജ്, അതുമല്ലെങ്കിൽ കേരളത്തിലും വെളിയിലുമുള്ള നിരവധി നഴ്സിംഗ് കോളേജുകളിൽ, അതുമല്ലെങ്കിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള വലിയ വലിയ ആശുപത്രികളിലൊക്കെ BSc നഴ്സിംഗുകാർക്ക് എപ്പോഴും സ്വാഗതം, എപ്പോഴും ജോലി സാധ്യത. അവരുടെ ഭാവി സുരക്ഷിതമായി എനിക്ക് ബോധ്യമായി. 97 ജനുവരി 31-ാം തീയതി വരെ ഇതെന്റെ പ്രതീക്ഷയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു, ഒരുപക്ഷെ ഉറപ്പായിരുന്നു. 97 ജനുവരി 31-ാം തീയതി അവൾ BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കി. അവസാന വർഷ പരീക്ഷ എഴുതുന്നതിന് മുൻപ് തന്നെ എറണാകുളത്തെ ലൂർദ് ആശുപത്രിയോട് അനുബന്ധിച്ചുള്ള നഴ്സിംഗ് സ്കൂളിൽ അവൾ ട്യൂട്ടറായി നിയമിക്കപ്പെട്ടു കഴിഞ്ഞു. അവളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഞാൻ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഭൗതികമായി തന്നെ അവളും രക്ഷപ്രാപിച്ചു. കുടുംബത്തിലെ അവസാനത്തെ അംഗം എന്റെ 2ാമത്തെ മകൾ. കണക്ക് പഠിക്കാൻ കുറച്ച് മിടുക്കിയായിരുന്നു 1ാം ക്ലാസ് മുതൽ. ബാക്കി പല വിഷയത്തിനും വളരെ കുറഞ്ഞ മാർക്കാണെങ്കിലും കണക്കിൽ എപ്പോഴും വളരെ കൂടിയ മാർക്ക്, വളരെ ഉയർന്ന മാർക്ക്, പലപ്പോഴും 100-ൽ 100, അങ്ങനെ ഒരു സ്വഭാവം. അതുകൊണ്ട് അവർക്കൊരു ഉന്നത വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരുന്ന സമയത്ത് അവരുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയി. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ വളരെ പണച്ചെലവുള്ള ഇടപാടാണ്, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്ത് 92 മെയ് മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ഈ പദ്ധതി അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് നിന്ന് 150 വിദ്യാർത്ഥികളെ മാത്രം തെരഞ്ഞെടുത്ത്, ഒരു പ്രത്യേക എൻട്രൻസ് പരീക്ഷയിലൂടെ 150 വിദ്യാർത്ഥികളെ മാത്രം തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc കമ്പ്യൂട്ടർ സയൻസസ് അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരെയുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകാൻ പോകുന്നു. മാത്രമല്ല 2005-ാം ആണ്ട് വരെ ഈ ഡിഗ്രി എടുക്കാൻ പോകുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി വകുപ്പിൽ ഗസറ്റഡ് റാങ്കിൽ ജോലിയും ഉറപ്പാണ്. വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ എന്റെ മകളെ പഠിപ്പിച്ച് എന്റെ എൻട്രൻസ് പരീക്ഷ എഴുതിച്ചു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പരീക്ഷയിൽ റാങ്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, തോറ്റുപോയി. 0 മാർക്ക്. 0 മാർക്ക് ഞാൻ അതിശയോക്തി പറഞ്ഞത്. ഇപ്പോഴത്തെ പരീക്ഷയൊക്കെ അങ്ങനെയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും കമ്പ്യൂട്ടർ വാല്യുവേഷനും. ശരി ഉത്തരങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് തെറ്റിപ്പോയ ഉത്തരങ്ങളുടെ മാർക്ക് അങ്ങ് കുറച്ചു കളയും. അങ്ങനെയാണ് നിയമം. അങ്ങനെ കുറച്ചപ്പോൾ അവർക്ക് കിട്ടിയത് 0 മാർക്ക് കിട്ടിയതിന്റെ ആഗ്രഹം ഉപേക്ഷിച്ചു. ആ കാര്യം മറന്നുപോയി. 7 മാസം കൂടെ കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വന്ന് ധ്യാനം കൂടിയത്. ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയതിന്റെ 4-ാം ദിവസം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു ഓർഡർ വന്നു, 0 മാർക്ക് കിട്ടി നിങ്ങളുടെ മകളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, വേഗം കൊണ്ടുവന്ന് ചേർക്കണം.
അത് ഞാൻ കള്ളം പറഞ്ഞതല്ല, സാക്ഷ്യത്തിൽ കള്ളം പറയില്ല. ആ ഓർഡർ അങ്ങനെ തന്നെയായിരുന്നു. അതൊരു ടെലഗ്രാഫിക് ഓർഡറായിരുന്നു. രജനി മേനോൻ 0 മാർക്ക്, സെലക്ടഡ്, ജോയിൻ ഇമീഡിയറ്റ്ലി. ഇത്രേ ഉള്ളൂ. ഈ ഓർഡറായിട്ട് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. എനിക്ക് അത്ഭുതം തോന്നിയില്ല. അവർക്ക് വെച്ചായിരിക്കും തന്നെ വിചാരിച്ചു. ആൾ മാറിപ്പോയതായിരുന്നു എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എന്റെ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, ഇങ്ങനെ ടെലഗ്രാം കിട്ടിയിട്ടുണ്ട്, അർത്ഥം മനസ്സിലായില്ല. അപ്പൊ പ്രിൻസിപ്പൽ പറഞ്ഞ അതൊരു വലിയ കഥയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പുതുപ്പള്ളി എന്ന് പറഞ്ഞ് ഞാൻ താമസിക്കുന്ന ഗ്രാമപ്രദേശത്താണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സ്ഥലവും കെട്ടിടവും ഒക്കെ സൗജന്യമായി കൊടുത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്ഥലവും കെട്ടിടവും ഒക്കെ സൗജന്യമായി ദാനമായി കൊടുത്തത് പുതുപ്പള്ളി പഞ്ചായത്താണ്. പക്ഷെ പരീക്ഷ നടത്തി കുട്ടികളെ തിരഞ്ഞെടുത്തപ്പോ പുതുപ്പള്ളി പഞ്ചായത്തിന് ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പൊ പഞ്ചായത്ത് പറഞ്ഞാൽ വെച്ച് ഞങ്ങളാണ് ഈ സ്ഥലവും കെട്ടിടവും സൗജന്യമായിട്ട് തന്നത്. അതുകൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിന് കുറച്ച് കുട്ടികളെ കൂടെ എടുക്കണം. ഒരു ന്യായവും ഇല്ല, നിയമവും ഇല്ല അങ്ങനെ പറയാൻ. പരീക്ഷ ഉള്ളത് എടുത്തതാണ്. പക്ഷെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ജനകീയ സമിതിയാണ്. അവർ നിവേദനം പാസാക്കി. ആ നിവേദനവും കൊണ്ട് ഞങ്ങളുടെ MLA, അന്ന് നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ട് സ്വാധീനം ചെലുത്തി. അവസാനം ഉമ്മൻചാണ്ടി സാറിന്റെ സ്വാധീനത്തിൽ വഴങ്ങി കേന്ദ്രമന്ത്രി ഒരു ഓർഡർ കൊടുത്തു. ഈ പ്രാവശ്യം മാത്രം, ഇനിയില്ല, ഈ പ്രാവശ്യം മാത്രം പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് 10 കുട്ടികളെ കൂടെ തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ പഴയ റാങ്ക് ലിസ്റ്റ് എടുത്തു. പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 10 കുട്ടികളെ തെരഞ്ഞെടുക്കണം. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് ആകെ 10 കുട്ടികളെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളൂ. അപ്പൊ 10ാമത്തെ കുട്ടിയായിട്ട് 0 മാർക്ക് കിട്ടിയ എന്റെ വകുപ്പ് അഡ്മിഷൻ കിട്ടും. നല്ല പഠിക്കാം. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി വകുപ്പിൽ ഗസറ്റഡ് റാങ്കിൽ ജോലി ഉറപ്പാക്കിക്കൊണ്ട് എന്റെ മകൾ പഠിക്കുന്നു. അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഞാൻ ആശങ്കപ്പെടാനുള്ള ഒരു കാര്യമില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് 6 വർഷം ഞാൻ ഉറക്കമില്ലാതെ കിടന്നു. അവരുടെ പിതാവ് നിലയിൽ ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിലുള്ള ദുഃഖത്തിൽ, നിരാശയിൽ 6 വർഷം ഞാൻ ഉറക്കമില്ലാതെ കിടന്നു. യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദിവസങ്ങൾക്കകം ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് അറിയിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രമല്ല, നിന്റെ ഭാവി, നിന്റെ ഭാര്യയുടെ ഭാവി, കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും ഭാവി എന്റെ കരങ്ങളിൽ എത്രയോ സുരക്ഷിതമാണെന്ന് തെളിയിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം പാലിച്ചു. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധനായ അപ്പോസ്തലൻ ജയിലധികാരിയോട് ഈ തിരുവചനങ്ങൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അരുളി ചെയ്തപ്പോ അദ്ദേഹം അർത്ഥമാക്കിയത് ആത്മീയ രക്ഷയെക്കുറിച്ചാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഭൗതികമായി പോലും ആ രക്ഷ അനുഭവവേദ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയൊക്കെ ആയിട്ട് എന്റെ മനസ്സിൽ ഒരു ചെറിയ ദുഃഖം, ഒരു ചെറിയ നിരാശ വീണ്ടും കിടന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലൊക്കെ യേശുവിനെ നാഥനും രക്ഷകനും ഗുരുവുമായി സ്വീകരിക്കുന്നവർക്ക് യേശു കൊടുക്കുന്ന ഒരു ദൗത്യം, ചുമതല, ജോലി എന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രഘോഷിക്കുക, സകല ജനതകളെയും എനിക്ക് ശിഷ്യരാക്കിക്കൊള്ളുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുക. യേശുവിന്റെ അത്ഭുതകരമായ പരിപാലനം അനുഭവിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അത് ഈ ലോകം മുഴുവൻ കേൾക്ക് വിളിച്ചു പറയണം. എനിക്ക് ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്. പക്ഷെ എന്നാൽ അസാധ്യമായ കാര്യമാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ താമസിക്കുന്ന പുതുപ്പള്ളിയിലോ ഞാൻ ജനിച്ചു വളർന്ന കുമരകത്തോ ഉള്ള ക്രൈസ്തവ വേദികൾ, പള്ളികൾ, ബൈബിൾ കൺവെൻഷനുകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഒന്നും എന്നെ വിളിച്ച് വചനം പ്രഘോഷിപ്പിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് അയാൾ നടന്നുകൊണ്ട് അല്ലാതെയൊക്കെ അവർക്കറിയാം ഇയാൾ ഹിന്ദുവാണ്, ബ്രഹ്മനാണ്, ഇയാളെ വിളിച്ച് വചനം പ്രഘോഷിപ്പിച്ചളയാം എന്ന് സ്വാഭാവികമായി അവർ വിചാരിക്കാൻ വഴിയില്ല. പിന്നെ മറ്റു ചില സഭാവിശ്വാസികൾ ചെയ്യുന്നത് പോലെ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങി കവലയിൽ പോയി നിന്ന് ഞാൻ സുവിശേഷം പ്രസംഗിക്കണം, അറിയാ, ഒരു ബുദ്ധിമുട്ടില്ല, എനിക്കതിനകത്ത് ലജ്ജയൊന്നുമില്ല. പക്ഷെ ഞാനത് ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. ഒരു ദിവസം നേരം വിളക്കുമ്പോൾ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ വഴി പോയി നിന്ന് ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എന്നെ അറിയാവുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? മേനോൻ നാരായണ മേനോന്റെ മകൻ അരവിന്ദാക്ഷ മേനോൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി, ഇയാൾക്കിത് എന്ത് വെച്ച്, നല്ല മനുഷ്യനല്ല, വട്ടായി പോയി എന്നാ തോന്നുന്നത് എന്ന് പറയുന്നതല്ലാതെ ആരും വചനം ശ്രദ്ധിക്കുകയില്ല. ഞാൻ പറയുന്ന വചനം ആരും ശ്രദ്ധിക്കുകയില്ല. മാത്രമല്ല എന്നെ അറിയാതെ എന്റെ കൂട്ടുകാരാരെങ്കിലും കാണുന്നെങ്കിൽ അപ്പം തന്നെ പിടിച്ചുകൊണ്ട് വട്ട് മാറ്റാനുള്ള ചികിത്സ ഉള്ളു. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് പോയില്ല. അപ്പോഴും വിശ്വാസത്തിൽ എന്നേക്കാൾ വളരെ ഭേദമായി എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, കർത്താവ് വഴി കണ്ടോളൂ. അത്ഭുതകരമായി കർത്താവ് അതിനും വഴി കണ്ടു. ഈ
ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ധ്യാനത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം അന്ന് വരെ എനിക്ക് തികച്ചും അപരിചിതനായിരുന്ന ഈ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോർജ് പനക്കൽ, അന്നുള്ള എന്റെ ആധ്യാത്മിക ഗുരുനാഥനും ആത്മീയ പിതാവുമായി ഞാൻ ബഹുമാനിക്കുന്ന പനക്കൽ അച്ഛൻ പേര് പറഞ്ഞു വിളിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് സാക്ഷിയായി വിളിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതം അതായിരുന്നത് കൊണ്ടായിരിക്കും 92 ഒക്ടോബർ മാസം 3-ാം തീയതി 6 വർഷം മുൻപ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ജോലിയിൽ എന്നെ തിരികെ നിയമിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഉത്തരവായി എങ്കിലും അതുവരെയുള്ള ശമ്പള കുടിശ്ശിക അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് നൽകപ്പെട്ടുവെങ്കിലും ഇതുവരെ ആ ഓർഡറുകൾ പൂർത്തിയാവുകയോ ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയോ ചെയ്തതുമില്ല. പക്ഷെ ആ ജോലിയെക്കുറിച്ച്, അതിന്റെ വരുമാനത്തെക്കുറിച്ച് ഒന്നും യാതൊരു ആശങ്കകളും ഇല്ലാതെ അന്നു മുതൽ ഇന്ന് വരെ ഈ ധ്യാനകേന്ദ്രത്തിന്റെ വ്യത്യസ്തങ്ങളായ 7 സെക്ഷനുകളിൽ യേശുവിന്റെ വചനം പ്രഘോഷിച്ച് അവർ സാക്ഷിയായി ഞാൻ ഇവിടെ തന്നെ ദൈവശുശ്രൂഷ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി അവസാനിപ്പിക്കുക. ഈ കാര്യം അവസാന ഭാഗത്തേക്ക് പറയാൻ മാറ്റിവെച്ചതിനൊരു കാരണമുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി അവസാനിപ്പിക്കുക. ഈ കാര്യം അവസാന ഭാഗത്തേക്ക് പറയാൻ മാറ്റിവെച്ചതിനൊരു കാരണമുണ്ട്. ഈ ശുശ്രൂഷയുടെ പേര് അനുഭവ സാക്ഷ്യമെന്നാണ്. ഇതെന്റെ സാക്ഷ്യമാണ്, പക്ഷെ അനുഭവമല്ല. അതുകൊണ്ടാണ് ഇത് അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കാൻ കാരണം. സാക്ഷ്യം പറയാൻ തുടങ്ങിയതിന് ശേഷം എന്റെ സാക്ഷ്യം കൂടുതൽ കൂടുതൽ ഫലപ്രദമായി ജനഹൃദയങ്ങളിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ ദിവ്യസംഗമം എന്ന പുസ്തകം എഴുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഈ താരതമ്യ പഠനം, മതഗ്രന്ഥങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം ഞാൻ വീണ്ടും തുടർന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പഠനത്തിന്റെ ഭാഗമായി എനിക്ക് കിട്ടിയ ചില മുത്തുകൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ സദസ്സിൽ ധാരാളം മുസ്ലിം സഹോദരി സഹോദരന്മാർ യേശുവിന്റെ വചനം ധ്യാനിക്കുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്കായി, അവരുടെ മാത്രം ശ്രദ്ധയിലേക്കല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സുവിശേഷ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ധ്യാനമന്ദിരം വിട്ടുപോകാൻ പോകുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ശ്രദ്ധയിലേക്കായി ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ നിന്ന് 4 വാക്യങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം, അൽ ബഖറ എന്നു പേരുള്ള 2-ാം അധ്യായം, അതിന്റെ 87 മുതൽ 90 വരെയുള്ള വചനങ്ങൾ നാം ഇങ്ങനെ വായിക്കും. നാം അല്ലാഹ് അരുളി ചെയ്യുന്നു, നാം മൂസായ്ക്ക് വേദം നൽകി, നാം മൂസായ്ക്ക് വേദം നൽകി. മറിയത്തിന്റെ പുത്രൻ ഈസായ്ക്ക് നാം പരിശുദ്ധ ആത്മാവിന്റെ പിൻബലം നൽകി. മറിയത്തിന്റെ പുത്രൻ ഈസായ്ക്ക് നാം പരിശുദ്ധ ആത്മാവിന്റെ പിൻബലം നൽകി. അവനെ നിങ്ങളിലേക്ക് അയച്ചു, പക്ഷേ നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്തു തരം സ്വഭാവമാണ് നിങ്ങളുടേത്? ദൈവം ചോദിക്കുന്നു, മനുഷ്യവംശത്തോട് ചോദിക്കുന്നു. മറിയത്തിന്റെ പുത്രൻ ഈസായെ പരിശുദ്ധാത്മാവിനാൽ പ്രബലനാക്കി നാം നിങ്ങളിലേക്ക് അയച്ചു, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, പക്ഷേ നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്തു തരം സ്വഭാവമാണ് നിങ്ങളുടേത്? അല്ലാഹ് ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായം 19-ാം വാക്യം. ഈ അധ്യായത്തിന്റെ പേര് തന്നെ മറിയം എന്നാണ്. അതിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജിബ്രീൽ എന്ന മലക്ക് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു, മറിയം, നിനക്ക് പരിശുദ്ധനായ ഒരു ആൺ സന്താനത്തെ പ്രദാനം ചെയ്യുവാൻ അല്ലാഹ് തിരുമനസ്സായിരിക്കുന്നു. ഇവിടെ പരിശുദ്ധനായ എന്ന് മലയാള പരിഭാഷ. അറബി മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സക്കിയ എന്നാണ്. സക്കിയ എന്ന അറബി വാക്കിന് മലയാളത്തിൽ 3 അർത്ഥങ്ങളുണ്ട്. പാപമില്ലാതെ ജനിച്ചവൻ, പാപമില്ലാതെ വളർന്നവൻ, വിശുദ്ധൻ. ഇങ്ങനെ 3 അർത്ഥങ്ങളുണ്ട്. പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ വളർന്ന് വിശുദ്ധനായവൻ മറിയത്തിന്റെ പുത്രൻ ഈസ. പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. 48-ാം അധ്യായം 2-ാം വാക്യം, അൽ ഫാത്തിഹ് എന്നു പേരുള്ള 48-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബിയോട് അല്ലാഹ് അരുളി ചെയ്യുന്നു, പ്രവാചകരെ, നീ ഇതുവരെ ചെയ്ത പാപങ്ങളും ഇനിമേൽ ചെയ്യാൻ പോകുന്ന പാപങ്ങളും നിനക്ക് നാം പുറത്തു തന്നിരിക്കുന്നു. നീ ഇതുവരെ ചെയ്ത പാപങ്ങളും ഇനിമേൽ ചെയ്യാൻ പോകുന്ന പാപങ്ങളും
നിനക്ക് നാം പൊറുത്തു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 35-ാം അധ്യായം 18-ാം വാക്യം, ഫാത്വിർ എന്നു പേരുള്ള 35-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: പാപഭാരം പേറുന്ന ഒരുവന് മറ്റൊരുവന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവന് പാപമോചനം നൽകാൻ സാധ്യമല്ല. പാപഭാരം പേറുന്ന ഒരുവന് മറ്റൊരുവന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവന് പാപമോചനം നൽകാൻ സാധ്യമല്ല. പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ വളർന്ന് പരിശുദ്ധനായവൻ, പാപഭാരമില്ലാത്തവൻ, മറിയത്തിന്റെ പുത്രൻ ഈശായ്ക്കല്ലാതെ മനുഷ്യവംശത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യവംശത്തിന് പാപമോചനം നൽകാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, സിഖ് മതത്തിന്റെ മതഗ്രന്ഥം ഗുരു ഗ്രന്ഥ സാഹിബ്, പാർസി മതത്തിന്റെ മതഗ്രന്ഥം സെന്താവസ്ഥ, ബുദ്ധമതത്തിന്റെ മതഗ്രന്ഥം മണിമേഖല, ഈ ഗ്രന്ഥങ്ങളിലൊക്കെയും മനുഷ്യവംശത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുന്ന ഒരു ദൈവപുത്രനായ പുരുഷനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ ദൈവപുത്രനായ പുരുഷൻ യേശുവാണ് എന്ന തിരിച്ചറിവാണ് രക്ഷയുടെ രഹസ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ തിരിച്ചറിവിലൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യവംശം ഇന്നൊരു വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ഇന്നത്തെ അവസ്ഥയിൽ തുടരുന്നുവെങ്കിൽ, ഈ മാറ്റം ഇന്നത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുൻപ്, ഈ ദശകം അവസാനിക്കുന്നതിന് മുൻപ് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ ആഹ്വാനവും സ്വപ്നവും സഫലമാവുകയാണെങ്കിൽ 2000-ാം ആണ്ട് ക്രിസ്തുമസ് ദിനത്തിന് മുൻപ് യേശുവിന്റെ ഒരു പ്രവചനം പൂർത്തിയാവും. യേശുവിന്റെ എല്ലാ പ്രവചനങ്ങളും എന്നും പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ഈ പ്രവചനം മാത്രം ഇതുവരെ പൂർത്തിയായിട്ടില്ല. യേശുവിന്റെ ഈ പ്രവചനം 2000-ാം ആണ്ട് ക്രിസ്തുമസ് ദിനത്തിന് മുൻപ് പൂർത്തിയാവും എന്ന് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി സ്വപ്നം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം, യേശുനാഥൻ അരുളി ചെയ്തു, സകലതും ഒരാട്ടിൻകൂട്ടവും ഒരിടയരുമായി തീരും. പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടുമുള്ള മനുഷ്യവംശം മുഴുവൻ ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി തീരും. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ശുഭോദർക്കമായ ആ ദിവസത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മനുഷ്യവംശം മുഴുവൻ ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി തീരുന്ന ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയല്ല, പണിയെടുക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ ദീർഘമായി പോയ സാക്ഷ്യം ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ എന്റെ നന്ദി അർപ്പിക്കുന്നു. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ധ്യാന കേന്ദ്രത്തിനും ഞങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷകർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ധ്യാനത്തിലൂടെ തന്നെ, ഈ ആഴ്ചയിൽ ഈ ധ്യാനത്തിലൂടെ തന്നെ യേശുവിന്റെ അത്ഭുതകരമായ പരിപാലന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.